സദാശിവസമാരംഭ ശങ്കരാചാര്യമധ്യമാ അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പര. എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. അനേകം സന്യാസി ശ്രേഷ്ഠന്മാരും പണ്ഡിതരും അനേകായിരം സജ്ജനങ്ങളുടെ പാദസ്പർശമേറ്റ പരമപവിത്രമായ ഈ പമ്പാ മണൽപ്പുറത്തെ 112ാമത് ഹിന്ദു മത പരിഷത്തിൽ എനിക്കും പങ്കെടുക്കുവാൻ എന്നെ അനുഗ്രഹിച്ച ആ ഭഗവാന്റെ പാതാരവിന്ദത്തിൽ നമസ്കരിച്ചുകൊണ്ട് എൻ്റെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. വിഷയം കൊടുത്തിരിക്കുന്നത് ഭാഗവത തത്വവിചാരമാണ്. ഭാഗവത തത്വവിചാരം ചെയ്യുന്നതിന് മുൻപ് എന്താണ് ഭാഗവതം, അതെങ്ങനെ നമുക്ക് ലഭിച്ചു എന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ ആ ഭാഗവതത്തിൻ്റെ മഹത്വം നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം എന്താണ് ഭാഗവതം? വെറുമൊരു വായനാ പുസ്തകമാണോ ഭാഗവതം? അല്ല എന്ന് അസന്നിഗ്ധം പറയാൻ സാധിക്കും. കാരണം ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണയേവ ഹി സ്വീകൃതോസി മയാ നാഥ മുക്ത്യർത്ഥം ഭവസാഗരേ. എന്താണ് ഭാഗവതം? സാക്ഷാൽ ഭഗവാന്റെ സ്വരൂപം തന്നെയാണ് ഭാഗവതം. അക്ഷരങ്ങളിൽ കൂടി ഭഗവാൻ ശ്രീമദ് ഭാഗവതത്തിൽ പ്രകാശിക്കുന്നു. അപ്പോൾ ഭാഗവതവും ഭഗവാനും രണ്ടല്ല എന്നുണ്ടെങ്കിൽ ആ ഭഗവാന്റെ മഹത്വത്തെ, മഹാത്മ്യത്തെ നമുക്ക് എങ്ങനെ തത്വവിചാരം ചെയ്യാൻ സാധിക്കും? നമ്മുടെ വാക്കുകൾക്കോ നമ്മുടെ പൂജകൾക്കോ ഒക്കെ അതീതനാണ് സച്ചിദാനന്ദ സ്വരൂപനായിരിക്കുന്ന ആ ഭഗവാൻ. അപ്പോൾ ഭാഗവതം ഭഗവാൻ തന്നെയാണ്. ഇനിയും എന്തായാലും ഭഗവാനാണെങ്കിൽ പോലും അത് എഴുതിയ ഒരു വ്യക്തി ഉണ്ടല്ലോ ഭഗവാന്റെ അനുഗ്രഹത്താൽ. അപ്പോൾ ഭാഗവതം എവിടെ നിന്ന് ലഭിച്ചു? അപ്പോൾ ഭാഗവതം വെറും ഒരു പുസ്തകമല്ല എന്നും സാക്ഷാൽ ഭഗവാന്റെ കാണപ്പെടുന്ന സ്വരൂപമാണ് ഭാഗവതം. അത് എങ്ങനെയാണ് നമുക്ക് ലഭിച്ചത്? ഭഗവാൻ ആദിനാരായണനിൽ നിന്നാണ് ഭാഗവത തത്വമായിരിക്കുന്ന പ്രപഞ്ച രഹസ്യമാണ് വേദങ്ങൾ, അപൗരുഷേയമാണ്. അതുതന്നെയാണ് ഭാഗവത തത്വവും. ഇപ്പം പ്രപഞ്ചപുരുഷനായിരിക്കുന്ന ഭഗവാൻ അദ്ദേഹത്തിൻ്റെ നാഭിയിൽ നിന്നും വന്നതായ താമരപ്പൂവിൽ ഒരാൾ എത്തപ്പെട്ടു എന്നാണ് ബ്രഹ്മദേവൻ. അദ്ദേഹം താമരപ്പൂവിൽ വന്നപ്പോഴാണ് താൻ എവിടെ നിന്ന് വന്നു, താൻ ആരാണ് എന്നൊരു ചിന്ത ബ്രഹ്മദേവൻ ഉണ്ടാവുകയാണ്. അന്വേഷണം തുടങ്ങി. താൻ എവിടെ നിന്നാണോ വന്നത് അവിടേക്ക് അനേകായിരം വർഷങ്ങൾ സഞ്ചരിച്ചിട്ടും ഒരെത്തും പിടിയും കിട്ടുന്നില്ല. വീണ്ടും തിരിച്ച് ആ താമരപ്പൂവിലേക്ക് എത്തി. അപ്പോഴാണ് ഒരു അശരീരി കേൾക്കുന്നു, തപ്പ തപ്പ. എന്നെ അങ്ങനെ വെറുതെ കണ്ടു കിട്ടില്ല. നമ്മുടെ ജീവിതമാണ് ഇവിടെ കാട്ടിത്തരുന്നത്. നമ്മളും ഈ മാതാപിതാക്കളുടെ പുത്രനായി ജനിക്കാൻ എന്താണ് കാരണം, ഞാൻ ആരാണ് എന്നുള്ളൊരു അന്വേഷണം നമുക്കും ഉണ്ടാകുമ്പോൾ മാത്രമേ നമ്മുടേതായ സ്വരൂപത്തെ നമുക്ക് കാണാൻ സാധിക്കും. ആ അന്വേഷണമായിരുന്നു ബ്രഹ്മദേവൻ്റെത്. ബ്രഹ്മദേവന് വേണ്ടി മാത്രമല്ല, നമുക്ക് ഓരോരുത്തർക്കും വെറുതെ ഈശ്വരനെ തിരഞ്ഞു നടക്കാനുള്ളതല്ല ജീവിതം. ഭഗവാനെ എവിടെ അറിയണം? ഉള്ളിൻ്റെ ഉള്ളിലെ കണ്ണനെ കാണുവാൻ
ഉള്ളു തുറന്നു വിളിച്ചിടേണം. എങ്ങും തിരഞ്ഞു നടന്നാലും കാണില്ല എങ്ങും നിറഞ്ഞുള്ള കാർവർണ്ണനെ. നമ്മളും ബ്രഹ്മദേവന്റെ പോലെയല്ലേ? നമ്മളും അങ്ങനെ അന്വേഷിക്കുകയല്ലേ ഭഗവാനെ? നാടുനീള ക്ഷേത്രങ്ങളിലും തീർത്ഥസ്നാനങ്ങളിലും ഓടുകയാണ്. ആര് തേടി? ഭഗവാനെ തേടി. അങ്ങനെ ഓടിയ വ്യക്തിയായിരുന്നു ആരും? ബ്രഹ്മദേവൻ. അപ്പോഴാണ് പൂർണ്ണതയിൽ വന്നപ്പോൾ തപ എന്ന ശബ്ദം കേൾക്കുന്നു. അദ്ദേഹത്തിന് മനസ്സിലായി, എന്ത് വെറുതെ ഭഗവാനെ കിട്ടില്ല. അന്തരംഗത്തിലിരിക്കുന്ന ആ ചൈതന്യത്തെ, ആ ചൈതന്യമുള്ളപ്പോൾ നമ്മൾ ശിവം, ചൈതന്യം പോയാൽ നമ്മൾ ശവം. അപ്പോൾ ശിവത്തെ അറിയണമെന്നുണ്ടെങ്കിൽ പ്രയത്നിക്കണം. അങ്ങനെ ഭഗവാന്റെ നിർദ്ദേശപ്രകാരം അനേക വർഷക്കാലം ബ്രഹ്മദേവൻ തപസ് ചെയ്തു എന്നാണ് പറയുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഭഗവാൻ പ്രകടമാകും. കാരണം അനേക വർഷം തപസ് ചെയ്തപ്പോൾ, അല്ലെങ്കിൽ ഭഗവാനെ ധ്യാനിച്ചപ്പോൾ മനസ്സിലെ മാലിന്യങ്ങളൊക്കെ മാറി മനസ്സ് ശുദ്ധമാകുമ്പോൾ ജ്ഞാനം ഉദിക്കും. ആ ജ്ഞാനമാണ് ഭഗവാൻ. അങ്ങനെയുള്ള ശുദ്ധമായ മനസ്സ് ആയി ബ്രഹ്മദേവന്. അപ്പോഴാണ് ബ്രഹ്മദേവൻ ഒരു ജോലി കൊടുക്കാൻ പോവുകയാണ് ഭഗവാൻ. എന്താ? സൃഷ്ടിയുടെ കർത്താവാണ് ആര്? ബ്രഹ്മദേവൻ. അപ്പോൾ സൃഷ്ടി ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഏത് പ്രവൃത്തി ചെയ്യണമെങ്കിലും എന്തു വേണം? ജ്ഞാനം വേണം, അറിവ് വേണം. അപ്പോൾ ബ്രഹ്മദേവൻ ഒരു ജോലിക്ക് നിയോഗിക്കുന്നു, സൃഷ്ടി. അപ്പം അതിന് സൃഷ്ടിക്കുള്ള ജ്ഞാനത്തെയാണ് പകർന്നു കൊടുക്കുന്നത്. അതാണ് ഭാഗവത തത്വം. വേദവും തത്വവും അത് തന്നെ. വേദം എന്നുള്ളതിൻ്റെ അർത്ഥം ജ്ഞാനം എന്നാണ്. ആ ഭാഗവത് തത്വം എന്താണ്? 3 കാര്യങ്ങളാണ് ലോകത്തിൽ നടക്കുന്നത്. ഈ മൂന്നിനെക്കുറിച്ചുമാണ് പ്രതിപാദിക്കുന്നത് ഭാഗവതത്തിൽ. എന്തെല്ലാം? 1 സൃഷ്ടി, 2 സ്ഥിതി, 3 ലയം. ഉണ്ടായി നിലനിന്ന് നശിക്കുന്നു. ഇതാണ് ഭാഗവത്തിലെ പ്രതിപാദനം. എന്നാൽ ഉണ്ടായി നിലനിന്ന് നശിക്കുന്നതിന് കാരണഭൂതമായി ഏതൊരു ചൈതന്യമാണോ പ്രപഞ്ചത്തിൽ കുടികൊള്ളുന്നത്, ആ ചൈതന്യത്തെ അറിയാൻ നമ്മളെ പ്രാപ്തമാക്കുന്ന മഹത്തായ ഗ്രന്ഥമാണ് ശ്രീമദ് ഭാഗവതം. അപ്പം 3 കാര്യം ഇതിൽ നമ്മൾ നേടേണ്ടത്. അപ്പം 3 കാര്യമാണ് ഈ ലോകത്തിൽ. അറിയാമല്ലോ, ഉണ്ടായി നിലനിന്ന് നശിക്കുന്നു. ഉണ്ടായി നിലനിന്ന് നശിക്കുന്നതിന് കാരണഭൂതമായി പ്രപഞ്ചത്തിലൊരു ചൈതന്യമുണ്ട്. ആ ചൈതന്യം തന്നെയാണ് നമ്മുടെ ഉള്ളിലും. അപ്പം അങ്ങനെയുള്ള ആ ചൈതന്യത്തെ അറിയണമെന്നുണ്ടെങ്കിൽ സാധന വേണം, തപസ് വേണം. അത് പൂർണ്ണ യോഗ്യനാണ് ബ്രഹ്മദേവൻ എന്ന് മനസ്സിലാക്കിയപ്പോൾ ഭഗവാൻ ഈ പ്രപഞ്ച രഹസ്യമായിരിക്കുന്ന ആ ജ്ഞാനത്തെ പകർന്നു കൊടുക്കുകയാണ്. അതാണ് 4 ശ്ലോകങ്ങളെ കൊണ്ട് ചതുശ്ലോകി ഭാഗവതം എന്ന് പറയുന്നത്. അതിനുശേഷം ബ്രഹ്മദേവൻ അടുത്ത ആൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. ആരടുത്ത ആളെ? തൻ്റെ പുത്രനായ നാരദ മഹർഷി. എന്താ നാരദ മഹർഷിക്ക് പറഞ്ഞു കൊടുക്കാൻ കാരണം? കാരണമില്ലാതെ ഈ ലോകത്തിലൊന്നും ഒരു കാര്യവും ഉണ്ടാകില്ല. എന്തുകൊണ്ട് പറഞ്ഞു കൊടുക്കുന്നു? നാരദ മഹർഷി ഒരിടത്ത് വസിക്കുന്ന വ്യക്തിയല്ല, ആണോ? ചൈതന്യമല്ല. പിന്നെ ലോകം മുഴുവൻ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്ന മഹാപ്രഭുവാണ്. ആരെ? നാരദ മഹർഷി. നമ്മളെപ്പോലെയാണോ വെറുതെ ഇങ്ങനെ ചുറ്റിക്കറങ്ങുകയാണോ? എന്താ അദ്ദേഹത്തിൻ്റെ ജോലി? ഇതിൻ്റെ പ്രവൃത്തി എന്താ? എപ്പോഴും നാരായണ 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 ചൊല്ലുന്നില്ല. നാരായണ നാരായണ നാരായണനാമവും ജപിച്ചുകൊണ്ട് ഈ പ്രപഞ്ച രഹസ്യമായിരിക്കുന്ന ഈ ഭാഗവത തത്വം ലോകം മുഴുവൻ പ്രചരിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ലോകസഞ്ചാരിയായ നാരദന് മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ആർക്ക് പറഞ്ഞു കൊടുത്തത്? നാരദ മഹർഷി. അപ്പോൾ നാരദ മഹർഷി ഇങ്ങനെ സഞ്ചരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്.
അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം നാരദ മഹർഷി വേദവ്യാസ മഹർഷിയുടെ ആശ്രമത്തിലെത്തുന്നു. എവിടെയാണ് വേദവ്യാസ മഹർഷി ആശ്രമം എന്നറിയുമോ? ബദരിയാശ്രമത്തിൽ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ ബദരിയാശ്രമത്തിലെത്തിയാൽ അവിടെ നിന്ന് ഒരു 4 കിലോമീറ്റർ മുകളിലോട്ട് സഞ്ചരിച്ചാൽ മാന എന്നൊരു സ്ഥലമുണ്ട്. മാനയിൽ നിന്ന് ആ സ്ഥലത്ത് നിന്നാണ് സരസ്വതി നദിയുടെ ഉദ്ഭവം. അതിന് പരിസരത്തായിട്ടാണ് വ്യാസഗുഹ എന്നൊരു സ്ഥലം. അവിടെ വെച്ചാണ് വേദത്തെ വിഭജിച്ചതും പുരാണങ്ങൾ എഴുതിയെന്നും പറയപ്പെടും. വേദവ്യാസനാണോ വേദം എഴുതിയത്? അപവിഷയം അല്ല. പക്ഷേ വേദവ്യാസൻ ആ വേദത്തെ 4 വിഭജിച്ചു. അതുകൊണ്ട് അദ്ദേഹത്തിന് വേദവ്യാസൻ, അദ്ദേഹത്തിന് നേരത്തെയുള്ള പേര് കൃഷ്ണ ദ്വൈപായനൻ എന്നായി. ദ്വീപിൽ ജനിച്ചവൻ, കറുത്തവൻ, അതുകൊണ്ട് എന്തായിരുന്നു പേര്? കൃഷ്ണ ദ്വൈപായനൻ. വേദത്തെ വിഭജിച്ചതുകൊണ്ട് എന്ത് പേര് കിട്ടി? വേദവ്യാസൻ. അപ്പം അങ്ങനെയുള്ള വേദവ്യാസന്റെ ആശ്രമത്തിൽ എത്തിയപ്പോൾ വേദവ്യാസൻ ധ്യാനത്തിലായിരുന്നു. അല്പനേരം നാരദ മഹർഷി അവിടെ നിന്നു. ഈ ധ്യാനം ചെയ്യുന്ന വേദവ്യാസന്റെ മുഖത്തെ എന്തോ ഒരു വിഷാദം ബാധിച്ചതായി ലോകസഞ്ചാരിയായ നാരദ മഹർഷി ദർശിക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ വേദവ്യാസൻ ഉണർന്നു. നാരദനെ കണ്ടു. 2 കൈയും എടുത്ത് കൂട്ടി. സജ്ജനങ്ങളെ കാണുമ്പോൾ എന്ത് ചെയ്യണം നമ്മൾ? നമസ്തേ അല്ലേ വേണ്ടേ? വടക്കേ ഇന്ത്യയിലൊക്കെ അതിരാവിലെ വെറും പാവപ്പെട്ടവരാണ്. യുപിയിലൊക്കെ ഒരുപാട് കാറുമൊക്കെ ഇവിടുത്തെ വരും. പക്ഷെ രാവിലെ നമ്മളെ കണ്ടാൽ ജയരാംജിക്ക് അല്ലെങ്കിൽ രാംരാം, അയോധ്യ അറിയാം, ആ സൈഡിൽ ജയരാംജിക്ക് അല്ലെ രാംരാം. നിങ്ങൾ മധുരയിൽ ചെന്നാൽ രാധേശ്യ. ഈ ഒരു സംസ്കാരം നമുക്കുണ്ടോ? നമ്മുടെ കുട്ടികളിൽ ഏൽപ്പിച്ചിട്ടുണ്ടോ? ആലോചിച്ച് നോക്കുന്നേ. നമ്മുടെ നാട്ടിൽ രാവിലെ കണ്ട എന്താടോ എവിടെ പോകുന്നു എന്നല്ലേ ചോദിക്കുന്നത് കൂടുതൽ, ആണോ? ഇതെന്താണ് ഞാനും നീയും ഒന്നെന്നുള്ള ഭാവത്തിനല്ലേ, ആണോ? ആ ഒരു സംസ്കാരം നമ്മുടെ കുട്ടികൾക്ക് വേണമെങ്കിൽ വാസ്തവത്തിൽ ബാലഗോകുലം ഇവിടെയൊക്കെ ആളിരിപ്പുണ്ട്. നല്ലൊരു പ്രസ്ഥാനമാണ്. പ്രത്യേകിച്ച് കേരളത്തിലെ കുഞ്ഞുങ്ങളെ ഈ സംസ്കാരത്തെ പഠിപ്പിക്കാൻ സാധിക്കും. അതേപോലെ സത്സംഗങ്ങൾ നല്ല സ്കൂളുകളിൽ വിടണം. ഈ വിദ്യാഭ്യാസം കൊടുക്കുന്ന നമ്മുടെ സംസ്കാരത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്ന സ്കൂളില്ലേ, ഉണ്ടോ? അവിടെ വിടണം കുട്ടികളെ. സംസ്കാരം പഠിക്കാത്തവൻ എത്ര ഉന്നത വിദ്യാഭ്യാസം നേടിയാലും നമ്മുടെ ഭാരതീയമായ അറിവ് നേടിയിട്ടില്ലെങ്കിൽ വാസ്തവത്തിൽ വെറും ശൂന്യമാണെന്നാണ് പറയുന്നത്. ഭൗതികതയും ആധ്യാത്മികതയും ഒന്നിച്ചു കൊണ്ടുപോകുന്ന സംസ്കാരമാണ് സനാതന ധർമ്മം. ഈ ഗ്രന്ഥങ്ങളൊക്കെ അതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മുടെ ജീവിതം ഭാഗവതവും രാമായണമൊക്കെ കാട്ടില്ല, നമ്മുടെ കഥയാണ്. എന്തായാലും അങ്ങനെയുള്ള ആ വേദവ്യാസ മഹർഷി ഉണർന്നു. ചോദിച്ചു, എന്താ അങ്ങേക്കൊരു ആകുലത? അപ്പം വേദവ്യാസ മഹർഷി പറഞ്ഞു, എന്തെന്നറിയില്ല നാരദരെ, ആകെ മനസ്സിനൊരു ശോകം. മനുഷ്യൻ നമ്മുടെ ജീവിതത്തിനുള്ളിൽ ചില സമയം നമ്മൾ അറിയാതെ മനസ്സ് വെറുതെ ചഞ്ചലപ്പെടും. മനുഷ്യൻ്റെ സ്വഭാവം. പക്ഷേ സജ്ജനങ്ങൾക്ക് മുഖത്ത് നോക്കിയാൽ അറിയാം എവിടുത്തെ വിവരം, മനസ്സിൽ. ഉടൻ തന്നെ നാരദ മഹർഷി പറഞ്ഞു, അങ്ങയുടെ വ്യഥ എന്തെന്ന് എനിക്കറിയാം. അങ്ങേ വേദത്തെ രസിച്ചു, അതുപോലെ പുരാണാദികളൊക്കെ എഴുതി. പക്ഷേ കലികാലത്തെ മനുഷ്യർക്ക് ജീവിതത്തിന് വേണ്ടതായ നിർദ്ദേശങ്ങൾ കൊടുക്കത്തക്കവണ്ണമുള്ള ഒരു ഗ്രന്ഥം അങ്ങ് രചിച്ചിട്ടില്ല. അത് ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ ലീലകളോടുകൂടിയ ഒരു ഗ്രന്ഥം അങ്ങ് എഴുതി സമർപ്പിച്ചാൽ അങ്ങയുടെ ദുരിതം, ഈ ശോകമൊക്കെ മാറിക്കിട്ടും എന്ന് ആരാ പറയുന്നത്? നാരദ മഹർഷി. എന്നിട്ട് തനിക്ക് തൻ്റെ അച്ഛനായ ബ്രഹ്മദേവൻ ഉപദേശിച്ച ആ ശ്രീമദ് ഭാഗവത തത്വം
3 അധ്യായങ്ങളെ കൊണ്ട് ആർക്ക് പറഞ്ഞു കൊടുക്കുന്നു? വേദവ്യാസനെ പറഞ്ഞു കൊടുക്കുന്നു. എന്നിട്ട് അദ്ദേഹം അത് 11,000 ശ്ലോകങ്ങളെ കൊണ്ട് കലികാലത്തെ മനുഷ്യർക്ക് വേണ്ടി ആ ഭാഗവതം അല്ലേ, ശൗനകാദി മഹർഷിമാരെ ഗംഭീരമായി യാഗം ആരംഭിക്കുകയാണ്. എന്തിനാ യാഗം? സ്വർഗത്തെ ലഭിക്കാനായി സത്രത്തെ തുടങ്ങാനാണ്. എന്താ സ്വർഗം? എന്താ സ്വർഗം? എല്ലാ സുഖ സൗകര്യങ്ങളും. എവിടെയാണോ മനഃശാന്തി, എവിടെയാണോ മനസ്സമാധാനം, അവിടെ എന്തേ അറിയുന്നേ? സ്വർഗം. അപ്പൊ നമ്മുടെ ഭവനവും എന്താക്കി മാറ്റണം? നമ്മൾ അറിയില്ലേ വൈകുണ്ഠം. എവിടെയാ വൈകുണ്ഠം? ഒരു കുണ്ഠതകളും ഇല്ലാത്തതും എവിടമാണോ അവിടെ അറിയുന്നു വൈകുണ്ഠം. അപ്പൊ നമ്മുടെ ഭവനവും എന്താക്കി മാറ്റണം? ആക്കണ്ടേ? നമ്മുടെ ഭവനം എന്താക്കി മാറ്റണം? ഭാഗവത വേദിയിലൊക്കെ ആളിരിക്കുമ്പോൾ ഇങ്ങനെ നമ്മളെ ഇങ്ങോട്ട് കൊടുക്കുമ്പോൾ ഇങ്ങോട്ട് കിട്ടും. ഇത് രസമാണ്. നമ്മുടെ ഈ ഭാഗവതം മുഴുവൻ നമുക്ക് ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. അപ്പൊ എന്തായാലും അപ്പൊ നമ്മുടെ ഭവനത്തെ വൈകുണ്ഠമാക്കാൻ എന്ത് ചെയ്യണം? വളരെ പ്രയാസമൊന്നുമില്ല. എന്ത് ചെയ്യണം? പണ്ട് നമ്മളെ അനുഷ്ഠിച്ച ചില കാര്യങ്ങളുണ്ട്. അത് നിരന്തരം അനുഷ്ഠിച്ചാൽ നമ്മുടെ ഭവനം എന്താക്കി മാറ്റാം? സന്ധ്യാസമയം വിളക്ക് കൊളുത്തി വെച്ച് സകുടുംബം, അച്ഛനും അമ്മയും മക്കളും. നമ്മൾ പണ്ട് അങ്ങനെ അല്ലായിരുന്നു. ആയിരുന്നു, പട്ടിണിയുള്ള കാലമായിരുന്നു. പക്ഷേ സന്ധ്യാനാമം ജപിച്ചാൽ എന്ത് കിട്ടില്ല? ഇന്ന് പിന്നെ കുട്ടികൾക്ക് വിശപ്പില്ലാത്തതുകൊണ്ട് പോയി പണി നോക്കാൻ പറയാം അച്ഛനമ്മ. അവരും മറ്റു പണിയിലിടും അല്ലേ? അപ്പൊ സന്ധ്യയ്ക്ക് വിളക്ക് കൊളുത്തി വെച്ച് എന്ത് വേണം? രാമ 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 പാഹി മാം, രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. രാമ ഇത് അയോധ്യയിൽ കേൾക്കണം എന്നാണ് പറയുന്നത്. എവിടെ കേൾക്കണം? അല്ലേ? ഭാഗവതം വരുമ്പോൾ എവിടെ കേൾക്കണം? വൈകുണ്ഠത്തിൽ. എല്ലാവരും ഒത്തൊരുമിച്ച് നാമം ജപിക്കും ഭാഗവത സപ്താഹ വേദിയിൽ. അപ്പോൾ ഒരു എനർജി വരില്ലേ? വരുമോ? നാമം ജപം മസ്റ്റാണ്. അപ്പം എന്തായാലും അങ്ങനെയുള്ള ആ ഭാഗവതം 3 അധ്യായത്തിൽ ആർക്ക് പറഞ്ഞു കൊടുക്കുന്നു? എന്തുകൊണ്ട് വേദവ്യാസന് പറഞ്ഞു കൊടുത്തു? വേദവ്യാസൻ കവിയാണ് അല്ലേ? ഒരു കവിക്ക് മാത്രമേ ഈ പറഞ്ഞത് ഒരു ഗ്രന്ഥമാക്കി മാറ്റാൻ സാധിക്കൂ. അങ്ങനെ ആ വേദവ്യാസൻ 11,000 ശ്ലോകങ്ങളെ കൊണ്ട് നമ്മുടെ മുന്നിലേക്ക് എഴുതിയിട്ട മഹത്തായ ഗ്രന്ഥമാണ് ശ്രീമദ്. പറഞ്ഞാൽ തന്നെ പുണ്യം, പിന്നെ അറിഞ്ഞാലോ? 3 കാര്യം ഇതിൽ നിന്ന് നേടേണ്ടത്. എന്തെല്ലാം? ഭക്തി, ജ്ഞാന, വൈരാഗ്യം. എന്താ? അടിയുള്ളൂ. പിന്നെ വിരക്തി അല്ലെങ്കിൽ തൃപ്തി. ഇത് വേണ്ട ജീവിതത്തിൽ? വേണോ? അപ്പൊ 3 കാര്യം നേടണം. ഭക്തി, ജ്ഞാന, വൈരാഗ്യം. എന്നാലേ ഈ 4 അക്ഷരത്തിനൊരു അർത്ഥമുണ്ട്. ഭ ഗ വ. എന്താ ഭ? ഭക്തിയെ നൽകുന്നു. വ വിജ്ഞാനത്തെ പ്രദാനം ചെയ്യുന്നു. താത്വികമായി ഭക്തിയെ പ്രദാനം ചെയ്യുന്നു. ഗർവിനെ, അഹന്തയെ നശിപ്പിക്കുന്നു. വിജ്ഞാനത്തെ പ്രദാനം ചെയ്യുന്നു. താത്വികമായി ചിന്തിച്ച് വിവേകബുദ്ധിയോടുകൂടി നല്ല വ്യക്തിയായി, നല്ല ഗ്രഹനാഥനായി, നല്ല രാഷ്ട്രസ്നേഹിയായി, അതിലുപരി ലോക സമസ്ത സുഖിനോ ഭവന്തു, സകല ലോകത്തിനും നന്മയെ പ്രദാനം ചെയ്യാൻ തക്കവണ്ണമുള്ള വ്യക്തികളെ വാർത്തെടുക്കുന്ന മഹത്തായ ഗ്രന്ഥമാണ് ശ്രീമദ് എന്ന് പറഞ്ഞേ. ഇനിയും പറയില്ലേ? ശ്രീമദ്. അപ്പൊ അങ്ങനെയുള്ള ആ ഭാഗവതം നമുക്ക് ചുരുങ്ങി 1.5 മണിക്കൂർ കൊണ്ട് മൊത്തം കൂടെ എല്ലാം കൂടെ ഒന്ന് ചേർത്ത് പറയുക. അല്ലെങ്കിൽ ഒരു കഥ വേണമെങ്കിൽ 1.5 മണിക്കൂർ ഞാൻ തത്വം പറയാം അല്ലേ? അപ്പം നമുക്ക് എല്ലാം കൂടെ ഒന്ന് ചേർത്ത് ചെറിയ ഈ ഭാഗവതം ഒരിക്കൽ ശൗനകാദി മഹർഷിമാർ ഈ യാഗം തുടങ്ങിയെന്ന് പറഞ്ഞില്ലേ? എന്തിനാ അവർ യാഗം തുടങ്ങിയത്? കലികാലത്തെ മനുഷ്യർ
അധർമ്മത്തിൻ്റെ മാർഗത്തിലേക്ക് പോയി സ്വയം നശിക്കും. ആ മനുഷ്യർക്ക് മനുഷ്യജന്മം തന്നെ എന്തിനാണ് കിട്ടിയിരിക്കുന്നത്? പശുവിനെ പോലെ തിന്നു കുടിച്ച് ചത്തുപോകാനുള്ളതാണോ മനുഷ്യജന്മം? അല്ല. എന്തിനാണ്? ഈശ്വര സാക്ഷാത്കാരം എന്തിൽ കൂടിയേ സാധിക്കൂ? ഈ മനുഷ്യ ജന്മത്തിൽ കൂടി സാധിക്കും. അങ്ങനെ കിട്ടിയ ജന്മം കലികാലത്തെ മനുഷ്യരെ പാഴാക്കിക്കളയും. അങ്ങനെ പോകാതിരിക്കാൻ എന്താണ് പ്രതിവിധി എന്ന് ചിന്തന ചെയ്യുവാൻ വേണ്ടി ശൗനകാദി മഹർഷിമാർ ഒരു യാഗം ആരംഭിച്ചു. അനേക വർഷക്കാലം ആ യാഗം തുടർന്നുകൊണ്ടേ ഇരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം അതാ കടന്നു വരുന്നു സൂതബ്രഹ്മർഷി. ആരാ സൂതബ്രഹ്മർഷി? വേദവ്യാസ ഭഗവാന്റെ ശിഷ്യനാണ്. ആരെ? അദ്ദേഹത്തിന് മറ്റൊരു പേരുണ്ട്, ഉഗ്ര ശ്രവസ്. എന്തായാലും കേൾക്കുന്ന മാത്രയിൽ തന്നെ എല്ലാം ഗ്രഹിച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പ്രാപ്തനായ വ്യക്തിയായിരുന്നു. ആരെ? സൂതബ്രഹ്മർഷി. അദ്ദേഹം ആ രംഗത്തേക്ക് കടന്നു വന്നപ്പോൾ തന്നെ ഭാഗവതം ആദ്യം കാട്ടിത്തരുന്നൊരു ഗംഭീരമായ ഒരു സംസ്കാരമാണ്. അദ്ദേഹം കടന്നു വന്നപ്പോൾ തന്നെ എല്ലാവരും എഴുന്നേറ്റു. ആരെ സ്വീകരിച്ചു? ഗുരുനാഥനെ സ്വീകരിച്ച് ഉചിതമായ സ്ഥാനത്തിരുത്തി. ഭാഗവതം ആദ്യം കാട്ടിത്തരുന്നത് എന്താണ്? ഗുരുക്കന്മാരെ ആദരിക്കാൻ ആ ഭാഗവതം ആദ്യം പഠിപ്പിക്കുന്നത്. ഇരുത്തി എൻ്റെ ഈ ചോദ്യം അദ്ദേഹത്തോട് ചോദിച്ചു. എന്താ ഒരു മാർഗം? കലികാലത്തെ മനുഷ്യ അധർമ്മത്തിൻ്റെയും അക്രമത്തിൻ്റെയും വാസനയ്ക്ക് പോകും. അതേപോലെ കലികാലത്തെ അനേകം ഭയങ്ങളുണ്ടാകും, അല്ലേ? ചോരഭയം, രോഗഭയം, മരണഭയം, ഇതൊക്കെ മനുഷ്യനെ ബാധിക്കും. അങ്ങനെ മനുഷ്യൻ്റെ മനസ്സ് തളർന്നാൽ മനുഷ്യജന്മത്തിൽ വേണ്ടതായ ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് പോകാൻ സാധിക്കില്ല. അങ്ങനെ വരരുത് മനുഷ്യകുലത്തിന്. അതിനെന്താണൊരു മാർഗം എന്നുള്ള ചിന്ത സൂതബ്രഹ്മർഷിയോട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ കേട്ടതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠം ശ്രീമദ് ഭാഗവതം. 7-ാം ദിവസം തക്ഷകന്റെ ദംശനമേറ്റ് മരിക്കുമെന്ന് ശാപം കിട്ടിയ പരീക്ഷിത്ത് 7-ാം ദിവസം എവിടേക്ക് എത്തുന്നു? ഭഗവാനിലേക്ക് എത്തിച്ചേരുകയാണ്. കഥ പറയുമ്പോൾ നമുക്ക് അദ്ദേഹത്തിന് ശാപം കിട്ടി. ആരെ അദ്ദേഹത്തെ ശപിച്ചത്? ശൃംഗൻ. ആരുടെ മകനാ? ശമീകന്റെ മകനാണ്. ശമീക മഹർഷി അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ ധ്യാനനിരതനായിരിക്കുന്ന സമയത്ത് പരീക്ഷിത്ത് നായാടി തളർന്ന് ദാഹിച്ച വെള്ളത്തിന് വേണ്ടി വലഞ്ഞ് വെള്ളം എവിടെയെന്ന് അന്വേഷിച്ചു വന്നു. അപ്പോൾ ഇരിക്കുന്നു. അതാ ആര്? ഒരാൾ ഇരിക്കുന്നു. വെള്ളം തരൂ, വെള്ളം തരൂ, അല്ലെങ്കിൽ ആഹാരം. വിശപ്പ് വന്നാൽ നമുക്ക് എന്ത് വേണം? പിന്നെ മറ്റൊന്നും നോക്കില്ല, ആഹാരം വേണം, ദാഹിച്ചാൽ ജലം വേണം. അങ്ങനെ പലവട്ടം ഈ പരീക്ഷിത്ത് ഈ മഹർഷിയുടെ മുൻപിൽ വന്ന് കേഴുന്നുണ്ട്. പക്ഷേ മഹർഷി അറിയുന്നില്ല. എന്താ കാരണം? അദ്ദേഹം ധ്യാനത്തിലാണ്. എന്താ ധ്യാനം? നമ്മൾ ധ്യാനിച്ച അരങ്ങോട്ട് താഴേക്ക് പോകും. ഇങ്ങനെ ധ്യാനം പഞ്ചേന്ദ്രിയങ്ങളെയും ഉള്ളിലൊതുക്കിക്കൊണ്ട് ഉള്ളിൽ വിരാജിക്കുന്ന ആ ചൈതന്യത്തെ സ്മരിച്ചുകൊണ്ടിരിക്കുന്നതാണ് എന്ത്? ധ്യാനം. അങ്ങനെ പൂർണ്ണമായി ഇരുന്നാൽ ബാഹ്യമായ ഒരു കാര്യങ്ങളും അറിയാൻ സാധിക്കില്ല. പക്ഷെ ഇത് ഇദ്ദേഹത്തിന് ദാഹം കൊണ്ട് ഇദ്ദേഹത്തിന് ഒന്നും തോന്നിയില്ല. ഇതിന് ക്രോധമുണ്ടായപ്പോൾ സമീപത്തിൽ ചത്ത പാമ്പ് കിടന്നു എന്നാണ് പറയുന്നത്. അതിനെ എടുത്ത് ആളുടെ കഴുത്തിലേക്ക് ഇട്ടു. ശമീക മഹർഷി കഴുത്തിലേക്ക് ഇട്ടു. അതും അദ്ദേഹം അറിയുന്നില്ല. ക്രോധമൊക്കെ പോയി, ഇദ്ദേഹം പോയി. കുറച്ച് കഴിയുമ്പോൾ ഒരു മുനികുമാരൻ ഇത് കണ്ട കുട്ടി, അദ്ദേഹത്തിൻ്റെ മകനുണ്ട് ശൃംഗൻ, പോയി ഓടിപ്പോയി പറഞ്ഞു, ശൃംഗ, നിന്റെ അച്ഛൻ്റെ കഴുത്തിൽ ആരോ ഒരാൾ ചത്ത പാമ്പിനെ എടുത്തിട്ടിട്ട് പോയി. ഇത് കേട്ട് ഓടി വരുന്നു ശൃംഗൻ. ഓടി വന്നപ്പോൾ കണ്ട കാഴ്ച അദ്ദേഹത്തെ ദുഃഖിപ്പിച്ച്. കാരണം ആരോടും ഒരു ഉപദ്രവവും ചെയ്യാത്ത തൻ്റെ അച്ഛൻ്റെ കഴുത്തിൽ ആരാണോ ഈ ചത്തപാമ്പിനെ എടുത്തിട്ടിരിക്കുന്നത്, അവൻ ഇന്നേ 7-ാം ദിവസം തക്ഷകന്റെ ദംശനമേറ്റ് മരിക്കട്ടെ എന്ന് ആര് ശപിച്ചു? ശൃംഗൻ ശപിച്ചു. അതിനുശേഷം ചെറിയ കമ്പിടുത്ത് ചത്ത പാമ്പിനെ പൊക്കിയപ്പോൾ ആര് ഉണർന്നു?
ശമീക മഹർഷി ഉണർന്നു. എന്താ കുട്ടി, കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോഴാണ് ശമീക മഹർഷി പറയുന്നു, മകനെ ശൃംഗ, നീ ചെയ്തത് ഒരിക്കലും ഒരു മുനികുമാരനെ യോജിച്ചതല്ല. ആണോ? പക്ഷേ കുട്ടിയുടെ തലത്തിൽ നോക്കുമ്പോൾ കുട്ടി ശരിയല്ലേ? ആണോ? ആരെയും ദ്രോഹിക്കാത്ത തൻ്റെ അച്ഛൻ്റെ കഴുത്തിൽ ഇതിട്ടവൻ ചെയ്ത് 100% കുട്ടികളെ ഭാഗത്ത് നിൽക്കുമ്പോൾ ശരിയാണ്. പക്ഷെ അനുഭവജ്ഞാനമുള്ള പ്രായമുള്ള വ്യക്തിയുടെ അവിടേക്ക് എത്തിയപ്പോൾ അത് ചെയ്തത് ഉചിതമായില്ല. കാരണം അദ്ദേഹം രാജാവാണ്, പല പല പ്രശ്നങ്ങളുമുണ്ട്. ആ പ്രശ്നത്തെയൊക്കെ തരണം ചെയ്തുകൊണ്ട് നല്ല ഭക്തോത്തമനാണ് പരീക്ഷിത്ത്. അതുകൊണ്ട് കുട്ടി നീ ചെയ്തത് ഒരിക്കലും ശരിയായില്ല എന്ന് ആരെ പറഞ്ഞ് മനസ്സിലാക്കിയിരുന്നു? അറിയുന്നേ, നമ്മുടെ ജീവിതമല്ലേയാണോ? നമ്മുടെ കുട്ടികളും കഥയറിയാതെ ആട്ടം കാണുന്നവരല്ലേ? ആണോ? അവളുടെ ചിന്തനത്തിൽ അവർ ചെയ്യുന്നത് ശരിയായിരിക്കും. പക്ഷെ പ്രായമായവരത് മാതാപിതാക്കളെ കാണുമ്പോൾ അത് ശരിയല്ല തോന്നിയാൽ കുട്ടികളെ വേണ്ട വിധത്തിൽ ഉപദേശിച്ച് നേർവഴിക്ക് നടത്തേണ്ട ചുമതല ആരുടേതാ? അറിയുന്നേ, മാതാപിതാക്കളെ അല്ലേ? ആണോ? അതവിടെ കാട്ടിത്ത. എന്തായാലും ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. അതിനുശേഷം ഞങ്ങോട്ട് മുന്നോട്ട് കഥയിൽ പോകുന്നില്ല. എന്നാൽ ഒന്നോട് പറഞ്ഞിട്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാം. എന്നിട്ട് ഇദ്ദേഹത്തെ വേറൊരു ഗൗരമുഖനെ അയക്കുന്നു. പരീക്ഷൻ്റെ കൊട്ടാരത്തിൽ പോയി കാര്യങ്ങളൊക്കെ പറയുന്നു. അപ്പം അദ്ദേഹം കണ്ണീരോടുകൂടി പറയുന്ന ഒരു വാക്കുണ്ട്, ഭഗവാനെ, ഗർഭത്തിൽ വെച്ച് തന്നെ മരിച്ചു പോയവനാണ് ഞാൻ. ഈ 66 വർഷക്കാലം ജീവിക്കാൻ ഭഗവാൻ എന്നെ അനുഗ്രഹിച്ചു. എനിക്ക് മരണത്തിൽ ഒരു ഭയവുമില്ല എന്ന് ആര് പറയുന്നു? നമ്മൾ ഓരോരുത്തരും പറയണ്ടേ? ഇത് മിണ്ടാത്തേ. ഒരു പ്രായമായി കഴിഞ്ഞാൽ എന്തിനെ ഭയക്കരുത്? ഇങ്ങനെ ഭയക്കരുതെങ്കിൽ നിഷ്ഠയോടുള്ള ജീവിതം വേണം. ഞാൻ മറ്റൊരു തലത്തിലേക്ക് പോവുകയാണ്. എന്ത് വേണം? നമ്മുടെ സനാതനധർമ്മത്തിൻ്റെ ഒരു സംസ്കാരമുണ്ട്. എന്താണെന്നറിയോ? 4 ധർമ്മങ്ങൾ, ആശ്രമധർമ്മങ്ങൾ അല്ലേ? ഉണ്ടോ? ഏതൊക്കെയാണ്? ബ്രഹ്മചര്യം, ഗൃഹസ്ഥാശ്രമം, വാനപ്രസ്ഥം, സന്യാസം. ഈ 4ലും മനുഷ്യജീവിതം കടന്നില്ല എങ്കിൽ മനുഷ്യജന്മം പൂർണ്ണമാകില്ല. ഉണ്ടാകുമോ? ഈ 4 ആശ്രമങ്ങളിലും ജീവിതത്തിൽ കടന്നു പോകണം. നമ്മൾ എവിടെ ഉടക്കും? 2 കെട്ടുകളായത് കർമ്മം പുരുഷനു കെട്ടുകളറ്റേ മുക്തി വരൂ ദൃഢം. ബന്ധങ്ങളെ ഒരു പരിധി വരെ വേണം. പക്ഷെ ബന്ധനം, ആ കെട്ടുകൾ എന്ന് മുറിയുന്നോ അപ്പോൾ മാത്രമേ ഈ ഭൗതികതയിൽ നിന്ന് ആധ്യാത്മികതയിലേക്ക് നമുക്ക് കടക്കാൻ അറിയുന്നു. ശ്രമങ്ങളിൽ അറിയാമല്ലോ, ബ്രഹ്മചര്യം, ഗൃഹസ്ഥാശ്രമം, വാനപ്രസ്ഥം, സന്യാസം. ബ്രഹ്മചര്യം 25 വയസ്സ് വരെ. എന്താണ്? വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ മറ്റൊന്നിലേക്കും മനസ്സ് പോകാൻ പാടില്ല. മറ്റൊരു ചിന്തയും വരുത്. വിദ്യ നേടുക എന്നുള്ളതാണ്. അപ്പോൾ ആ സമയം വിദ്യയൊക്കെ നേടി ഒരു പ്രാപ്തിയായപ്പോൾ ലോകത്തെക്കുറിച്ചുള്ള അറിവ്, ഭൗതികമായും ആധ്യാത്മികമായും അറിവ് പകർന്നു കൊടുത്തിരുന്ന ഗുരുകുലങ്ങളുള്ള നാടല്ലേ ഭാരതം? ആണോ? ആർഷഭാരതം, ഋഷിമാരുടെ ജ്ഞാനികളുടെ രാജ്യമായിരുന്നു. ഏത്? അഭിമാനിക്കണ്ടേ ഇവിടെ വന്ന് ജനിച്ചതിൽ? വേണ്ടേ? ആ ആർഷ ഭാരതത്തിൽ ജീവിക്കാൻ തന്നെ ഭാഗ്യം കിട്ടിയത് മുജമ്മ സുഹൃതമല്ലേ? ആണോ? ഇത്രയും വലിയ പന്തലൊക്കെ വെച്ച് ഇരിക്കുമ്പോൾ ഇവിടെ വന്ന് കുറച്ചു നേരമെങ്കിലും ഒരു ദിവസം ഇവിടെ ചെലവഴിച്ചില്ലേ എന്ത് ജീവിതം? പിന്നെ മൃഗത്തിന് തുല്യമല്ലേ നമ്മൾ? ആണോ? അപ്പം 25 വയസ്സ് കഴിഞ്ഞ് കാര്യങ്ങളൊക്കെ ഗ്രഹിച്ച് മനസ്സിൽ ഈ ലോകം എങ്ങനെയാണെന്നൊക്കെ അത് മനസ്സിലായി കഴിഞ്ഞാൽ വേണ്ടവർക്ക് 25 വർഷം, അതായത് ബ്രഹ്മചര്യം കഴിഞ്ഞാൽ നേരിട്ട് എവിടേക്ക് പോകാം? സന്യാസിലേക്ക് പോകാം. നേരിട്ട് പറയുന്നേ സന്യാസിലേക്ക് പോകാം. ആ തലത്തിൽ എത്തിയവന് പോകാം. ഒരു ഉദാഹരണം പറയാം. നമ്മളെ ബോംബെ ജോലി ചെയ്യുമ്പോൾ, ഇത് കഥയല്ല, ഒരു കർണാടകത്തിലുള്ള ഒരു വ്യക്തി സ്ഥിരം അമ്പലത്തിൽ വരും ശനിയാഴ്ച. നല്ല ഭജനയുണ്ട് ബോംബെയിലെ അമ്പലത്തിലുണ്ടായിരുന്നു. അപ്പോൾ എന്നും ഇദ്ദേഹം വരും. ഇദ്ദേഹം ഒരു കോണിലിരിക്കും സൗമ്യമായിട്ട്. പല വർഷം അങ്ങനെ കഴിഞ്ഞു പോയി. 6 വർഷം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തെ ഒരു ദിവസം കണ്ടു. അപ്പോൾ ഇങ്ങനെ കാര്യങ്ങൾ അങ്ങനെ ആരും സംസാരിക്കില്ല അങ്ങനെ അധികം ആരോട്.
അപ്പം ഞാൻ ചോദിച്ചു എവിടെ ജോലി ചെയ്യുന്നത്? ആറ്റോമിക് എനർജിയിലെ സയൻറ്റിസ്റ്റാണ്, BRC. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് അദ്ദേഹത്തിനെ കണ്ടില്ല. പിന്നെ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു 30 വർഷത്തിന് മുമ്പ്, 20 വർഷം അതിന് മുമ്പ് കണ്ടു. ഈ കാവ്യമൊക്കെ ഇട്ട് ഒരു സന്യാസിയായിട്ട് വരുന്ന അദ്ദേഹം ചിന്മയ മിഷനിൽ പോയി, പവായി എന്ന് പറഞ്ഞ സ്ഥലത്താണ്, ചിന്മയ മിഷൻ്റെ അവിടെ പോയി അദ്ദേഹം ചേർന്ന് സന്യാസിയായി. അപ്പം ഞാൻ ചോദിച്ചു, അപ്പോൾ സ്വാമിജിനെ വിളിച്ചു, അങ്ങ് തലയൊക്കെ മുണ്ടാൻ ചെയ്ത്. അപ്പോൾ പറഞ്ഞു, എൻ്റെ 24 വർഷം ഞാൻ വെറുതെ കളഞ്ഞു. ആലോചിച്ച് നോക്ക്. അപ്പോൾ ബ്രഹ്മചര്യം കഴിഞ്ഞ് നേരിട്ടവിടെ പോയ വ്യക്തിയാണ് പറയുന്നേ. അതിന് ഉച്ചമ്മ സുഹൃതം വേണം. ആ ഭാവമുള്ളവർക്ക് മാത്രമേ പോകാവൂ. അങ്ങനെയുള്ളവർ പോയാൽ മതി തന്നെ. അല്ലാതെ വല്ല ദുഃഖം വരുമ്പോൾ, നിരാശ വരുമ്പോൾ കാവ്യ കൊടുത്തിട്ട് കാര്യമുണ്ടോ? ഉണ്ടോ? ഇല്ല. അപ്പം എന്തായാലും ഒരു ബ്രഹ്മചര്യം കഴിഞ്ഞ് ഗൃഹസ്ഥാശ്രമത്തിലേക്ക് കടന്നു. ഏറ്റവും ശ്രേഷ്ഠമായ ആശ്രമം ഏതാണ്? ഗൃഹസ്ഥാശ്രമം. കാരണം ഒരു ഗൃഹസ്ഥൻ ഉണ്ടായാൽ മാത്രമേ സന്യാസിക്കും ജീവിക്കാൻ സാധിക്കുള്ളൂ. ജീവജാലങ്ങൾക്കും അന്നം കിട്ടണമെങ്കിൽ ആര് വേണം? ഗൃഹസ്ഥാശ്രമം വേണം. പക്ഷെ ആ ഗൃഹസ്ഥാശ്രമ ജീവിതം നയിക്കുമ്പോൾ തന്നെ മനസ്സ് എന്തിലോട്ട് തിരിയണം? അറിയുന്നേ, ഭഗവാനിലേക്ക് തിരിയണം. അത് തിരിഞ്ഞില്ലേ വീട്ടിൽ ഇരുന്നുകൊണ്ട് മതി. നിങ്ങൾ വനത്തിലെങ്ങും പോകണ്ട. വനത്തിൽ പോകാൻ സാധിക്കില്ല. കാരണം ഇപ്പോൾ വന്യമൃഗങ്ങളൊക്കെ നാട്ടിലോട്ട് വരും. അപ്പം എന്തായാലും അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഒരു 10-60 വയസ്സൊക്കെ കഴിയുമ്പോഴേക്കെങ്കിലും അടുത്ത സ്റ്റെപ്പ് വെക്കണം. എവിടേക്ക്? വാനപ്രസ്ഥത്തിൽ. മക്കളൊക്കെ ആയി, നിങ്ങളായി, നിങ്ങളുടെ പാടായി അല്ലേ? താക്കോലെ കൊടുക്കുക. ഇനി നമ്മളെ വിഷമിപ്പിക്കാൻ വരരുത്. അത്യാവശ്യം വല്ലതും ഉണ്ടെങ്കിൽ സഹായിക്കാം. അപ്പോൾ ഈ എന്ത് വേണം? ഈ ഒട്ടലിൽ നിന്ന് ഒരു ചെറിയ വികാസം കൊടുക്കണം. അങ്ങനെ വീണ്ടും ആ ഒരു 10 വർഷം എന്തായിരിക്കണം? വാനപ്രസ്ഥത്തിൽ ജീവിക്കുമ്പോൾ സത്സംഗങ്ങളിൽ പങ്കെടുക്കണം. അതിനു മുമ്പേ പങ്കെടുത്തിരിക്കണം. വേണ്ടേ? അതോ 60-ാമത്തെ വയസ്സിൽ പങ്കെടുക്കാമെന്ന് വിചാരിച്ചാൽ സാധിക്കുമോ? നമുക്കെപ്പോഴാണ് മരണം? നമ്മളൊരു പരീക്ഷിതല്ലേ? എന്തേ മിണ്ടാത്തേ? നമുക്കും 7 ദിവസമേ ഉള്ളൂ, ഒരാഴ്ച എത്ര ദിവസമേ ഉള്ളൂ. പക്ഷെ അദ്ദേഹത്തിന് ആ ആഴ്ചയുടെ ലാസ്റ്റിലായിരുന്നു അദ്ദേഹത്തിന് മരണം. നമുക്കതുണ്ടോ? അടുത്ത നിമിഷം നമ്മുടേതാണോ? എന്തേ മിണ്ടാത്തേ? അല്ല. അപ്പോൾ എപ്പോൾ മരിക്കും എന്ന് നമുക്കറിയില്ല. അപ്പോൾ കിട്ടുന്ന സമയം ആരെ ചിന്തിക്കാനും കൂടെ മനസ്സൊരുങ്ങണം. അറിയുന്നേ ആ ഭഗവാനെ. അപ്പോൾ ഈ ചെറുപ്പകാലം മുതൽ ഈ ഒരു സംസ്കാരം വളർത്തിയിടണം. അത് ഭഗവാൻ കൃഷ്ണൻ കാണിക്കുന്നുണ്ട്. നമുക്ക് അടുത്ത കൃഷ്ണൻ്റെ പോകാം. അപ്പം ഈ ഒരു സംസ്കാരം കുട്ടികൾക്ക് അതാണ് ബാലഗോകുലം അല്ലേ? ആണോ? കാലത്തുണർന്നു ഗുരുപാദയുഗ സ്മരിച്ച് കാലും മുഖവും കഴുകി നല്ലൊരു ഭസ്മമിട്ട് കാലാതിതന്റെ തിരുനാമ ജപങ്ങളാലോ കാലം കഴിപ്പുവതിനവനോ ബഹുഭാഗ്യശാലി. ഹരേ കൃഷ്ണ അല്ലേ? കാലത്തുണർന്ന് ഒരുപാട് യുഗ സ്മരിച്ച് മനസ്സുകൊണ്ടേ അല്ലേ കാണപ്പെട്ട ആരാണ് ഗുരുനാഥൻ? മാതാപിതാ ഗുരു. നമുക്കിത് ആശ്രമം പറഞ്ഞു കേൾക്കാം. വാനപ്രസ്ഥത്തിൽ കയറി അവിടെ നിന്നുകൊണ്ട് മനസ്സിനെ ഈ കെട്ടിൽ നിന്ന് പൊട്ടിച്ച് എങ്ങോട്ടേക്കാക്കണം? ഭഗവാനിലേക്കാക്കണം. മനസ്സ് തിരിയണം. ഒരു 10 വർഷം വീണ്ടും കഴിഞ്ഞാൽ നമ്മൾ വാർദ്ധക്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ നാമൊക്കെ കുഴയാൻ തുടങ്ങും അല്ലേ? ഇല്ലേ? അങ്ങനെ കുഴഞ്ഞാലും ആരെ മറക്കരുത്? പറയുന്നു, നാവ് കുഴയാതെ നാമം ജപിക്കുവാൻ സാധിച്ചിടണമേ നാരായണ ഹരേ. ഭഗവാനെ, അവസാനം വരെയും അങ്ങയുടെ നാമം ജപിച്ച് അങ്ങയുടെ പാദാരവിന്ദത്തെ ആശ്രയിച്ച് അങ്ങിലേക്ക് എത്തിച്ചേരാൻ എന്നെ അനുഗ്രഹിക്കണേ എന്നായിരിക്കണം ആര് പറയേണ്ടത്? ഇത് മിണ്ടാത്തേ? പിന്നെ സ്വത്ത് വേണോ? ധനം വേണോ? ഇതൊക്കെ എന്ത് നേടിയാലും ഇതെല്ലാം കൊണ്ടുപോകും. പണവും പ്രതാപവും നേടിയെടുക്കാൻ
പണി ചെയ്തു ജന്മം പാഴായി കളഞ്ഞു, അവസാനമെല്ലാം കൈവെടിഞ്ഞയ്യോ 6 അടി മണ്ണിൽ എരിഞ്ഞെരിഞ്ഞിടുന്നു. അതിനല്ല ജന്മം നമുക്കു നൽകിയത്, ഹരിപദം മാത്രം ആശ്രയമെന്നും ഹരിഹരസുതനെ ഭജിച്ചു നീ എന്നും അറിവോടെ ജന്മം സഫലമാക്കിയിടും. മൃഗങ്ങളെ പോലെ ചത്തുപോകാനുള്ളതാണോ മനുഷ്യനും? ആണോ? ഈശ്വര സാക്ഷാത്കാരത്തിനുള്ളതാണ്. അപ്പം അങ്ങനെ ആ വാനപ്രസ്ഥം മുന്നോട്ട് നീങ്ങി പ്രായമൊക്കെ ആയി മറ്റ് ചിന്തകളെല്ലാം വിട്ട് സാക്ഷാൽ ഗുരുവായൂരപ്പനെ അങ്ങനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നിരന്തരം ഭഗവത് സ്മരണയോടുകൂടി നാമജപത്തോടുകൂടി ആ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ആര് പിടിക്കും നമ്മുടെ കൈക്ക്? ഭർത്താവ്. ആരാ പിടിക്കുന്നേ? ലോകപതിയായ ഭഗവാൻ അല്ലേ? അങ്ങനെ പിടിപ്പിക്കണ്ടേ നമുക്ക്? വേണ്ടേ? വേണമെങ്കിൽ ഈ ആചാര മര്യാദകൾ നമ്മൾ പാലിക്കണം. സന്യാസത്തിലേക്ക്, അടുത്ത സന്യാസത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ പിന്നെ സന്യാസി എല്ലാം ത്യജിച്ച്, മറ്റെല്ലാം ത്യജിച്ച് പൂർണ്ണമായി മനസ്സ് എവിടേക്ക് വരണം? ഭഗവാനിലേക്ക് വരണ്ടേ? വേണ്ടേ? അത്തലിൽ ഗോപികൾ തപ്പിയെടുത്തോരു ഉത്തമമുത്താണ് നാരായണ. ഭക്തിയാം സിന്ധുവിൻ മധ്യേ വിടർന്നോരു സച്ചിൻ മലരാണു നാരായണ. നാരായണ ഹരേ നാരായണ ഹരേ നാരായണ നാരായണ. നാരായണ അങ്ങനെ സ്മരിച്ച് ആ 4 ആശ്രമങ്ങളിലും കടന്ന് മനുഷ്യജന്മത്തിൻ്റെ പൂർണ്ണമായിരിക്കുന്ന ആ ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് എത്താൻ നമ്മെ പഠിപ്പിക്കുന്ന മഹത്തായ ഗ്രന്ഥമാണ് ശ്രീമദ്. എന്തൊക്കെ നൽകുന്നു? ഭ ഭക്തിയെ നൽകുന്നു, ഗ നമ്മുടെ അഹന്തയെ നശിപ്പിക്കുന്നു, വ വിജ്ഞാനത്തെ പ്രദാനം ചെയ്യുന്നു, ത താത്വികമായി ചിന്തിച്ച് വിവേക ബുദ്ധിയോടുകൂടി നല്ല വ്യക്തിയായി, പിന്നെ ഗൃഹസ്ഥനായി, പിന്നെ രാഷ്ട്രസ്നേഹിയായി, അതിലുപരി ലോക സമസ്ത സകല ലോകത്തിനും നന്മ ചെയ്യാൻ പ്രാപ്തമായിട്ടുള്ള വ്യക്തികളെ വാർത്തെടുക്കണം. ഭാഗവതം വേണ്ടേ? വേണോ? അത് വെറുതെ മണിയടിച്ച് പൂജ ചെയ്ത് കുറെ കാട്ടിക്കൂട്ടുകൾ നടത്തി ഭാഗവത സപ്താഹം ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ? ഉണ്ടോ? നമ്മുടെ നാട്ടിൽ അറിയാം, നമ്മുടെ നാട്ടിലേ ഉള്ളൂ. വടക്കോട്ട് നിങ്ങൾ വരൂ എൻ്റെ കൂടെ. ഞാൻ ഇന്ന് പോവാ കോഴിക്കോട്ടേക്ക്, കൊമ്പേക്ക് സപ്താഹത്തിന്. എന്ത് ജനമെന്നറിയാമോ? നാമം ജപിച്ച് കൊടുത്താൽ ചിലപ്പം ആദ്യമൊക്കെ ആകുമ്പോൾ ഒരു ദിവസം, ആദ്യത്തെ ഒരു ദിവസം ഒരു മങ്ങലുണ്ട്. 2-ാം ദിവസം പോലെ ആ സദസ്സ് മുഴുവൻ നാമമുഖരിതമാകണം. അല്ല സപ്താഹം നടത്താവുന്നവർ വന്ന് കുറേ നാമം പാടിയിട്ട് വല്ല കാര്യമുണ്ടോ? ഉണ്ടോ? ആ നാട്ടിലെ ഓരോ വ്യക്തിയെയും നാമജപത്തിലേക്കും ആ സംസ്കാരത്തിലേക്കും കൊണ്ടുവന്നില്ല എങ്കിൽ ഇതുകൊണ്ടുള്ള പ്രയോജനമുണ്ടോ? ഉണ്ട്. ഉച്ചയ്ക്ക് ഊണ് അതിൽ നിന്ന് വ്യത്യസ്തമാകണം ഭാഗവത സപ്താഹ രീതികളൊക്കെ. അപ്പം അങ്ങനെയുള്ള ഭാഗവും നമുക്ക് സകലവും നമുക്ക് നൽകുന്നുണ്ട്. അതിനെ വേണ്ട വിധത്തിൽ പോഷിപ്പിക്കണം. നമുക്കിനടുത്ത് നേരെ ഭഗവാനിലേക്ക് എത്താം, കൃഷ്ണനിലേക്ക് എത്താം. ഈ ഭാഗവതം വാസ്തവത്തിൽ എത്ര ദിവസം പറഞ്ഞാലും ഒരിക്കലും തീരുമില്ല എന്നുള്ളതാണ്. നമ്മൾ സപ്താഹങ്ങളൊക്കെ നടത്തി ഒരു 10% കൂടുതൽ ഭാഗവത്തെ അറിയിക്കാൻ സാധിക്കത്തില്ല. അപ്പം കൃഷ്ണനിലേക്ക് നമുക്ക് പോയാൽ, ഭഗവാൻ കൃഷ്ണൻ എവിടെയാണ് ജനിച്ചത്? കാരാഗ്രഹത്തിൽ. ആരുടെ? കംസന്റെ കാരാഗ്രഹത്തിൽ ജനിച്ചു. ഉടനെ ട്രാൻസ്ഫർ ആകുന്നു. അയ്യോ, പാലൂട്ടി താരാട്ടി മകനെ വളർത്താൻ അമ്മയ്ക്കും അച്ഛനും ഒത്തില്ല, അവർക്കതിനുള്ള ഭാഗ്യം ലഭിച്ചില്ല. ഉണ്ടോ? പെറ്റമ്മയ്ക്ക് താലോലിക്കാൻ സാധിച്ചോ ഭഗവാൻ കൃഷ്ണനെ? സാധിച്ചോ?
ഭഗവാന്റെ അമ്മയും അച്ഛനുമായിട്ട് പോലും എത്ര ക്ലേശമാണ് അവർ ജീവിതത്തിൽ അനുഭവിച്ചേ. നമുക്കൊരു ചെറിയ ക്ലേശം വരുമ്പോൾ ആരെ വിളിക്കും? കൃഷ്ണ. അപ്പം കൃഷ്ണൻ പറയും തൽക്കാലമില്ല, കാരണം എൻ്റെ അച്ഛനും അമ്മയും എത്ര ക്ലേശിച്ചു അറിയണ്ടേ നമ്മൾ കഥയിൽ കൂടി. അപ്പം ജീവിതത്തിൽ സുഖവും ദുഃഖവുമൊക്കെ വരുന്നത് ഭഗവാന്റെ കുഴപ്പമാണോ? ബന്ധുക്കളുടെ കുഴപ്പമാണോ? പിന്നെ ആളുടെ കുഴപ്പമാണോ? താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുക വരൂ എന്ന് പറഞ്ഞിട്ടില്ലേ? ആരാ പറഞ്ഞിരിക്കുന്നേ? രാമായണത്തിൽ രത്നാകരൻ്റെ ഭാര്യയായ വനവാസിയായ സ്ത്രീ എന്താ പറഞ്ഞത്? അത്ര ഗംഭീരം എന്നൊരു രാമായണം. സംസ്കാരമുള്ള നമ്മൾ പെണ്ണുങ്ങൾ പറയുന്നു. കട്ടും മോഷ്ടിയും കൊണ്ടുവരുന്നത് ഞാൻ പറഞ്ഞിട്ടല്ലല്ലോ എന്ന് ആര് ചോദിച്ചു? ഇതിൻ്റെ ഭാര്യ ചോദിച്ചു, രത്നാകരൻ്റെ ഭാര്യ ചോദിച്ചു. അതുകൊണ്ട് അങ്ങ് ചെയ്ത പാപത്തിൻ്റെ ഫലം അനുഭവിക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരല്ല എന്ന് പറയുന്ന ഒരു സമൂഹം ഈ ഭാരതത്തിൽ വരുമ്പോൾ ഭാരതം നന്നാവില്ലേ? കൈക്കൂലിയും തോന്നിവാസവും ചെയ്ത് ജീവിക്കുന്ന ആളുകളില്ലേ? ഉണ്ടോ? ഒരു പരിധിയിൽ കൂടുതൽ സമ്പത്ത് വീട്ടിലേക്ക് കൊണ്ടുവന്നാൽ ഭർത്താവിനോട് ഭാര്യ ചോദിക്കണം, ഇത് എവിടെ നിന്ന് കൊണ്ടുവന്നു? വേണ്ടേ? വേണോ? സ്ത്രീകളിൽ നിന്ന് വരണം. ഒറ്റ സ്ത്രീയാ രത്നാകരനായ കാട്ടാളനെ ആരാക്കി മാറ്റി? വാൽമീകിയാക്കി മാറ്റിയില്ലേ? അതിൻ്റെ പ്രചോദനം എവിടെ നിന്നാണ്? ഭാര്യയുടെ ഒറ്റ വാക്കാണ്. എന്നിട്ട് അവിടെ കിടക്കട്ടെ. നമുക്ക് ഭഗവാനിലേക്ക് വന്നാൽ ജനിച്ചത് എവിടെയാണ്? കാരാഗ്രഹത്തിൽ. ഇവിടെ അവിടെ പറിച്ചു നടുകയാണ്. പിന്നെ വളർന്നത് എവിടെയാണ്? അടുത്തത് അമ്പാടിയിൽ. ഭഗവാനെ അമ്പാടിയിലേക്ക് ആരാ കൊണ്ടുപോകുന്നത്? കഥയാണ്, പറയുന്നില്ല. ആരാ? വസുദേവർ കൊണ്ടുപോയി അവിടെ കിടത്തി. അങ്ങനെ അവിടെ വളരുന്നു. എത്ര വയസ്സ് വരെ? 4.5 വയസ്സ്, 5 വയസ്സ് വരെയാണ്. എവിടെ വളർന്നത് അറിയുന്നേ? അമ്പാടിയിൽ. 5 വയസ്സ് വരെ കുസൃതി കുട്ടിക്കായിരുന്നു. ആരെ? കൃഷ്ണൻ അല്ലേ? ആണോ? അങ്ങോട്ട് വിളിച്ചാൽ ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് ഓടും അല്ലേ? ഗോപിഗോപന്മാരെയൊക്കെ അനേകം ദുഃഖിപ്പിച്ചു. പക്ഷെ ആ ദുഃഖമൊക്കെ പരമാനന്ദമായ പദത്തിലേക്ക് കൊണ്ട് ആരെ എത്തിച്ചു അറിയുന്നേ? ഭഗവാൻ നമുക്ക് വല്ലതും ദുഃഖം തന്നിട്ടുണ്ടെങ്കിൽ അതൊരു അനുഗ്രഹമായി മാറ്റിയെടുക്കേണ്ടത് നമുക്ക് വേണോ? ദുഃഖം വരുമ്പോൾ നിലവിളിച്ച് കരയാനുള്ളതല്ല മനുഷ്യ ജീവിതം. നമ്മൾ ചെയ്ത കർമ്മഫലമായിരിക്കാം ഭഗവാനെ എനിക്ക് ഈ ദുഃഖം വന്നത്, പക്ഷേ ഈ ദുഃഖത്തെ അതിജീവിക്കാൻ എനിക്ക് മനഃശക്തി നൽകി അനുഗ്രഹിക്കണേ എന്ന് മാത്രം ആരോട് പറഞ്ഞാൽ മതി? അറിയുന്നേ? പറയണമെന്നുണ്ടെങ്കിൽ അതും പറയണ്ട. എന്താ കാരണം? എല്ലാം അറിയുന്ന കണ്ണനോടെ ഒന്നും പറയേണ്ട കാര്യമില്ല. ഉണ്ടോ? ഇല്ല. എന്ന് പോയി പറഞ്ഞു, കുഴപ്പമില്ല. നമ്മുടെ ദുഃഖമൊക്കെ പറയാൻ പറ്റിയ സ്ഥലം എവിടെയാണ്? ക്ഷേത്രം. ഇങ്ങോട്ടൊന്നും പ്രതികരിക്കത്തില്ല, പരിഹസിക്കത്തുമില്ല. മറ്റേ നമ്മുടെ ദുഃഖത്തിന് മറ്റുള്ള ബന്ധുക്കളുടെ അടുത്ത് നാട്ടുകാർ ചെന്നാൽ പരിഹാസപാത്രമായി മാറില്ലേ? ഇല്ലേ? അതിനേക്കാൾക്ക് ആരെടുത്ത് പോയി പറയണം? വിഗ്രഹത്തിൽ വിശേഷാൽ ഗ്രഹണം ചെയ്യാൻ സാധിക്കും. നിങ്ങളുള്ള കാര്യങ്ങളെ വിശേഷം ആരറിയും? അറിയുന്നേ? ഭഗവാൻ അറിയും. നിങ്ങളൊന്നും പറയണ്ട. പക്ഷെ നമ്മുടെ ദുഃഖം പറഞ്ഞുകൊള്ളും. അല്ലെങ്കിൽ ദുഃഖം ശമിക്കട്ടെ. പക്ഷേ ഇപ്പോൾ ഭഗവാൻ പറയും എല്ലാത്തിനും ഒരു സമയമുണ്ട് മക്കളെ, അപ്പോൾ മാത്രമേ എനിക്ക് പ്രവർത്തിക്കാൻ സാധിക്കും. അപ്പം അങ്ങനെ പറയിപ്പിക്കണ്ടേ നമുക്ക്? വേണോ? വേണമെങ്കിൽ ആരെ ആശ്രയിക്കണം? ഭഗവാനെ ആശ്രയിക്കണ്ടേ? വേണ്ടേ? നമ്മുടെ മിടുക്കാണോ ഇതല്ല? അല്ല. പക്ഷെ 5 വയസ്സ് വരെ അമ്പാടിയിൽ വളർന്ന ആ കുസൃതി കുട്ടിയായ ആ കൃഷ്ണൻ ഗോപികമാരുടെ ഭവനത്തിൽ കയറി മോഷണം നടത്തി. എന്താ മോഷ്ടിച്ചത്? എന്താട്ടെ? ഭഗവാൻ കള്ളനാണോ? കള്ളനാണോ? കൃഷ്ണൻ കള്ളനാണോ? അല്ല. എന്തുകൊണ്ട്? ഭഗവാന്റെ അല്ലാത്തതായ ഏതെങ്കിലും വസ്തു ലോകത്തിലുണ്ടോ? എൻ്റെ വീട്ടിലെ കബോർഡിൽ നിന്നൊരു സാധനം എടുക്കണമെങ്കിൽ എടുക്കുമ്പോൾ അത് മോഷണമാണോ? ആണോ? അല്ല. എല്ലാം ഭഗവാന്റെ അധീനതയിലാണ്. ഭഗവാൻ മോഷ്ടിച്ചിട്ടില്ല, എന്നാൽ മോഷ്ടിച്ചിട്ടുണ്ട്. എന്താ മോഷ്ടിച്ചത്? ഈ 4 വസ്തു നമ്മളിൽ നിന്നും ആര് മോഷ്ടിക്കണം?
ചുമ്മാ പറ, ഭഗവാൻ മോഷ്ടിക്കണം. ഏത് വസ്തു? പാല്, തൈര്, പിന്നെടുത്ത് വെണ്ണ, വസ്ത്രം. ഈ 4 വസ്തുക്കളാണ് ആരും മോഷ്ടിച്ചിരിക്കുന്നത്? കഥയിൽ കൂടി ഭഗവാൻ. പാൽ എന്ന് വെച്ചാൽ മനസ്സാണ്. ഈ മനസ്സ് ആര് മോഷ്ടിക്കണം? ഭഗവാൻ എടുത്തു കഴിഞ്ഞാൽ ചിന്ത ആരായിക്കൊള്ളും? പക്ഷെ മോഷ്ടിക്കണം എന്നുണ്ടെങ്കിൽ, നമ്മുടെ മനസ്സ് ഭഗവാൻ എടുക്കണം എന്നുണ്ടെങ്കിൽ ആ തലത്തിൽ നമ്മൾ എത്തിയിരിക്കണം. അപ്പം ഭഗവാൻ മോഷ്ടിച്ചു. അത് കഴിഞ്ഞ് അടുത്തത് തൈര്, നമ്മുടെ അഹങ്കാരം. അതും ആരെടുക്കണം? ആരാ കളയേണ്ടത് അഹങ്കാരത്തെ? ഭഗവാൻ തന്നെ കളയണം. അടുത്തത് എന്താണ്? പാല്, തൈര്, വെണ്ണ, നമ്മുടെ ബുദ്ധി. ചിന്ത ആരായിക്കൊള്ളും? ബുദ്ധി എടുത്താൽ ഭഗവാൻ ആയിക്കൊള്ളും. അടുത്തത് വസ്ത്രം. എന്താണ്? ദേഹാഭിമാനം. ഇത് 4 ആര് മോഷ്ടിക്കണം? പറയുന്നേ. ഈ 4ൽ നിന്ന് നമ്മൾ മുക്തനായാൽ നമ്മൾ ഭഗവാനിലേക്ക് എത്തുകയാണ്. എന്തെല്ലാം? മനസ്സ്, ബുദ്ധി, പിന്നെന്താണ്? പാല്, മനസ്സ്, തൈര്, എന്താണ്? അഹന്ത, പിന്നെ ബുദ്ധി, വെണ്ണ, പിന്നെ വസ്ത്രം, ദേഹം. ഇത് 4 പോയി കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് എവിടേക്ക് എത്തും? ഭഗവാനിലേക്ക് എത്തിച്ചേരും. അപ്പം ഇത് ഭഗവാനെ കൊണ്ട് മോഷ്ടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നിരന്തരം എന്ത് വേണം? സത്സംഗം, നല്ല ജനങ്ങളുമായിട്ടുള്ള സമ്പർക്കം. അപ്പോൾ അവിടെ മറ്റ് വിഷയങ്ങളൊന്നും വരില്ല. ഈ ഭഗവത് കഥകളും ആ ഭഗവത് കീർത്തനങ്ങളും ഒക്കെ മനസ്സിൽ വരുമ്പോൾ ആ മനസ്സിൽ അങ്ങനെ ജപിച്ച് മനസ്സിനെ ശുദ്ധമാക്കണം ആവുമ്പോഴേക്കും. അപ്പം അങ്ങനെയുള്ള ഭഗവാൻ ഈ 4 മോഷ്ടിച്ചു. എവിടെ നിന്ന് മോഷ്ടിച്ചു? അമ്പാടിയിൽ ഗോപീഗോപന്മാരുടെ കൂടെ വസിക്കുമ്പോൾ തന്നെ ഗോപീഗോപന്മാരുടെ മനസ്സ് ആരെടുത്തു? ഭഗവാൻ. 5 വയസ്സ് കഴിഞ്ഞപ്പോൾ അവിടെ പല പ്രശ്നങ്ങളുണ്ടാവുന്നില്ലേ? പൂതനാദികളൊക്കെ വന്ന് അനേകം ആളുകൾ ഭഗവാനെ വധിക്കാൻ വേണ്ടി വരുന്നു. അവരെയൊക്കെ ഭഗവാൻ യമപുരിയിലേക്ക് അയക്കുന്നു. ഇപ്പോഴാണ് അവർ തീരുമാനിച്ചത് ഇവിടെ താമസം വേണ്ട, അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുകയാണ്. അവർ എവിടേക്ക് പോവുകയാണ്? എവിടേക്കാണ് പിന്നെ പോകുന്നത്? വൃന്ദാവനത്തിലെ സഖിമാരേ നിങ്ങളെൻ്റെ കണ്ണനെ കണ്ടുവോ? ചോദിക്കണ്ടേ? നമുക്കും രാസക്രീഡയിൽ ചോദിക്കുന്നുണ്ട് ഗോപീഗോപന്മാർ. നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ ആരാകണം? ഗോപ ഭാവത്തിൽ കൂടി പോയാൽ മാത്രമേ ആരെ സാക്ഷാത്കരിക്കാൻ സാധിക്കൂ? ഭഗവാൻ. അതങ്ങനെ വൃന്ദാവനത്തിൽ താമസമാക്കിയതോടുകൂടി സകല കുസൃതിയും ആരുപേക്ഷിക്കുന്നു? കൃഷ്ണൻ. പിന്നെ കുസൃതിയില്ല. ഒരു വേലക്കാരനെ പോലെ ആരെന്ത് പറഞ്ഞാലും ഓടിപ്പോയി ആ പ്രവൃത്തി ചെയ്യും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഗോപികളെല്ലാം ഒരു കൊച്ചു പാദമല്ലേ കൃഷ്ണൻ്റെ? കൃഷ്ണ ഒന്ന് നൃത്തം ചെയ്യും കൃഷ്ണ എന്ന് ആര് പറയുന്നു? ഗോപി. കൊച്ചുകുട്ടിയല്ലേ? ചെയ്യൂ കൃഷ്ണ, എനിക്ക് വിശക്കുന്നു എന്ന് ആര് പറയുന്നു? കൃഷ്ണൻ. എനിക്ക് വിശക്കുന്നു. വിശന്നാൽ എന്ത്? കാല് തളരും. എന്ത് ചെയ്യാൻ സാധിക്കില്ല? നൃത്തം ചെയ്യാൻ സാധിക്കില്ല. അതിന് എനിക്ക് എന്ത് വേണം? ഗോപിമാരെന്താ ചോദിക്കുന്നേ? നൃത്തമാടൂ കൃഷ്ണ, നടനമാടൂ കണ്ണ, വെണ്ണതരാം ഗോപാല മുകുന്ദ, വെണ്ണതരാം ഗോപാല. ഇതൊക്കെ കേട്ടപ്പോൾ പറഞ്ഞു, വ്യസന് നൃത്തം ചെയ്യാൻ നമ്മുടെ ജീവിതം അവിടെ കാണിക്കുന്നേ. എനിക്കെന്ത് വേണം? വെണ്ണ വേണം. വെണ്ണയെ നീക്കുക ആദ്യമായി നൽകണം. വെണ്ണയെ നീക്കുക തന്നിടുക വെണ്ണ വേഗം സഖികളെ. വെണ്ണ തരൂ, നൃത്തം ചെയ്യാവുന്ന. എന്തായാലും വെണ്ണയെ കൊണ്ട് കൊടുത്തു. സന്തോഷമായി. നൃത്തം ചെയ്യും കൃഷ്ണ എന്ന് പറഞ്ഞപ്പോൾ ചെയ്യില്ലേ. വീണ്ടും ഗോപികുമാർക്ക് പണി കൊടുക്കും. ആരെ? ഭഗവാൻ. ഞാൻ നൃത്തം ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ പാട്ടുപാടും. ഇപ്പം ആർക്ക് പണി കൊടുത്ത് കൃഷ്ണൻ? ആരെയും പ്രവർത്തിപ്പിക്കാതെ ഇരുത്തുന്നില്ല. ആരെ? ഈ പ്രപഞ്ചം. അങ്ങനെ എന്തായാലും അങ്ങനെ അവിടെ അങ്ങനെ കഴിഞ്ഞുകൂടുകയാണ്. അപ്പം
9.5 വയസ്സ് വരെയാണ് ഇവിടെ താമസിച്ചത്. അറിയുന്നേ? അപ്പൊ ജനിച്ചത് എവിടെയാണ്? കംസന്റെ കാരാഗ്രഹത്തിൽ. 4.25 വയസ്സ് വരെ വളർന്നത് കുസൃതി കുട്ടനായി അമ്പാടിയിൽ. അത് കഴിഞ്ഞ് 9.5 വയസ്സ് വരെ വളർന്നത് വൃന്ദാവനത്തിൽ. ഒരു കുട്ടിയുടെ ജീവിതം കാട്ടിത്തരികയാണ് ഭഗവാൻ. 5 വയസ്സ് വരെ കുട്ടികൾക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കില്ല. ആ സമയം കുട്ടികളെ ഒരിക്കലും തല്ലി പഠിപ്പിക്കരുത്. ആ തല്ല് കൊള്ളുമ്പോൾ, വേദന വരുമ്പോൾ കുട്ടി കരയും. ആ വേദന മറക്കുമ്പോൾ വീണ്ടും കുട്ടി കുസൃതിയിലേക്ക് പോകും. അപ്പോൾ 5 വയസ്സ് വരെ കുട്ടികളെ അടിച്ചു പഠിപ്പിക്കരുത്. എന്നാൽ 5 വയസ്സ് കഴിഞ്ഞാൽ കുട്ടികൾക്ക് വീണ്ടും കുസൃതി ഉണ്ടെങ്കിൽ ആ കുസൃതിയെ ഉപദേശിച്ചും കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി ആ കുസൃതിയെ അകറ്റേണ്ട ചുമതല ആരുടേതാണ്? അറിയുന്നേ? മാതാ, ഗുരു. ഈ 3 പേരുടെയും ചുമതല അവർ വേണ്ട വിധം നിറവേറ്റിയില്ലെങ്കിൽ മാതാപിത എന്നുള്ള നാമത്തിന് അവർ അർഹരല്ല എന്ന് ഭഗവാൻ കൃഷ്ണൻ പറയുന്ന ഭാഗവതത്തിൽ. അപ്പൊ അങ്ങനെയുള്ള ആ ഭഗവാൻ കൃഷ്ണൻ 5 വയസ്സ് വരെ കുസൃതിയായി. അത് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ പ്രായമായി 5 വയസ്സ് കഴിഞ്ഞോടുകൂടി പിന്നെ ആരെന്ത് പറഞ്ഞാലും ഒരു വേലക്കാരനെ പോലെ എന്തും ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന ഒരു കുട്ടിയല്ലേ പിന്നെ നമ്മൾ കാണുന്നത്? ആണോ? ഇങ്ങനെയല്ലേ കുട്ടികൾ വളരേണ്ടത്? അങ്ങനെ വളർന്നില്ലെങ്കിൽ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി ആ ലൈനിലേക്ക് കൊണ്ടുവരേണ്ട ചുമതല ആരുടേതാണ്? മാതാ, പിതാ, ഗുരു. 4ാം സ്ഥാനമേ ആർക്കുള്ളൂ? അറിയില്ലേ? കാണപ്പെട്ട് നമ്മൾ കണ്ടിട്ടുണ്ടോ ഈശ്വരനെ? ആ ഈശ്വരനെ അറിയണമെന്നുണ്ടെങ്കിൽ ഈ 3 പേരുടെയും പ്രസാദം നമ്മളിൽ ഉണ്ടായാൽ മാത്രമേ ആരെ അറിയാൻ സാധിക്കൂ? അറിയുന്നേ? മാതാ, പിതാ, ഗുരു, ദൈവം. അങ്ങനെയാ ഭഗവാൻ കൃഷ്ണൻ അവിടെ നിന്നും ഈ യാത്രയാകുന്നതിന് മുൻപ് ഭഗവാന്റെ കൂടെ കളിച്ചു വളർന്നതായ ഭക്തന്മാരെ ഒരിക്കലും ഭഗവാൻ ഉപേക്ഷിക്കില്ല എന്ന് കാണിക്കാൻ പോവുകയാണ്. ഭക്തിയോടുകൂടി കൃഷ്ണ എന്ന് വിളിച്ചാൽ അവിടെ എവിടെ കേൾക്കണം? അറിയുന്നേ? ഭഗവാനിലേക്ക് എത്തണം. ആ തരത്തിൽ ആരെ വിളിക്കണം? പാഞ്ചാലി വിളിച്ചപ്പോൾ വിളിച്ചില്ലേ? വിളിച്ചു. വസ്ത്രാക്ഷേപം ചെയ്ത സമയം എൻ്റെ വസ്ത്രങ്ങളൊക്കെ അങ്ങനെ അഴിഞ്ഞു പോകുന്നു. ഭർത്താക്കന്മാർ 5 പേര് ഇരിപ്പുണ്ട്. വലിയ സദസ്സാണ്. ആരോടൊക്കെ അപേക്ഷിച്ചിട്ടും അവർക്കൊന്ന് ചലിക്കാൻ പോലും സാധിക്കാതെ ഇരുന്ന സദസ്സ്. തൻ്റെ ഉടുതുണി മുഴുവൻ പോകുന്നു എന്നറിഞ്ഞുകൊണ്ട് ആ പാഞ്ചാലി തൻ്റെ ഉടുതുണിയെ പിടിച്ചുകൊണ്ട് വിളിച്ചു, കൃഷ്ണ. ഒരു കൈ ഉയർത്തി വിളിച്ചു. ആരും വന്നില്ല. അറിയുന്നേ? ഭഗവാൻ വന്നില്ല. നിനക്ക് നിന്നെ രക്ഷിക്കാൻ സാധിക്കുമെങ്കിൽ രക്ഷിച്ചുകൊള്ളൂ പാഞ്ചാലി എന്ന ഭാവത്തിൽ ആരും നിന്നു. അറിയുന്നേ? കൃഷ്ണൻ അവസാനം പാഞ്ചാലിയുടെ തനിക്ക് തന്നെ രക്ഷിക്കാൻ സാധിക്കില്ല എന്നൊരവസ്ഥ വന്നപ്പോൾ പരിപൂർണ സമർപ്പണം, പരിപൂർണമായി മനസ്സും ശരീരവും അങ്ങനെ സമർപ്പിച്ചു. കൃഷ്ണ എന്ന് വിളിച്ചപ്പോൾ ആ വിളി എവിടെ കേട്ടു? ഭഗവാൻ കേട്ടു. വസ്ത്രമായി വന്ന് ആരെ രക്ഷിച്ചു? അതേപോലെ വിളിക്കണം ആരെ? ഇതെന്താ? ആ ഒരു ഭക്തിഭാവം നമുക്ക് വരും. നല്ലൊരു ഭാവം മനസ്സിലാക്കിയാൽ, അല്ലെങ്കിൽ നാമം ജപിച്ചാൽ ആ ഭാവത്തിലേക്ക് നമുക്ക് വരാൻ സാധിക്കും. ആ സ്ഥലത്തിൽ കൃഷ്ണഭക്തി ആർക്കുണ്ടായിരുന്നു? ഗോപന്മാർക്കുണ്ടായിരുന്നു. ഭാരമായ ഭക്തിയായിരുന്നു. ഉദ്ധവരെ പോലും പറഞ്ഞയക്കുന്ന കൃഷ്ണൻ. അതിനൊരു കഥയില്ലേ? ഉദ്ധവരെ പോകൂ, എൻ്റെ കൂടെ കളിച്ച് വളർന്നതായ ഗോപന്മാരെയും എൻ്റെ മാതാപിതാക്കളെയും ആരെ വളർത്തത്തിനെയും ഒന്ന് സ്വാതന്ത്ര്യപ്പെടുത്തി വരൂ ഉദ്ധവരെ. അത് മാത്രമല്ലായിരുന്നു ഭഗവാന്റെ ഉദ്ദേശം. ഉദ്ധവർക്ക് ഒരു ചെറിയൊരു അഹന്ത ഉണ്ടായിരുന്നു. എന്തേ? താനാണ് ഏറ്റവും വലിയ ഭക്തനെന്ന്. അതല്ല ഉദ്ധവരെ, അങ്ങേക്കാൾ വലിയ ഭക്തരുണ്ടെന്ന് കാട്ടിക്കൊടുക്കാൻ വേണ്ടിയാണ് ആരെ അയച്ചത്? ഉദ്ധവരെ അയക്കുന്നത്. എന്തായാലും നമുക്ക് ആ രാസക്രീഡയിലേക്ക് ഒന്ന് വന്നിട്ട് പോവാം. എന്താ രാസക്രീഡ? ഭഗവാന്റെ 7.5 വയസ്സിലാണ് രാസക്രീഡ. നമ്മൾ ചില തെറ്റിദ്ധാരണകളുണ്ട് നമ്മുടെ ആളുകൾക്ക്. ഹിന്ദുക്കൾക്ക് തന്നെ തെറ്റിദ്ധാരണയാണ്. ഭഗവാൻ പെണ്ണുങ്ങളുടെ കൂടെ ഓടി നടന്നു. ചേമ്പലയിൽ വെള്ളം വീണാൽ ആ വെള്ളം പോയാൽ ചേമ്പലേക്കൊന്നും ഇല്ലല്ലോ. ഉണ്ടോ? അതേപോലെയാണ് ഭഗവാൻ. പക്ഷേ തൻ്റെ കൂടെ കളിച്ച് വളർന്നതായ ആ ഗോപന്മാരെ പൂർണ്ണമായി അനുഗ്രഹിക്കണമെന്ന് ഭഗവാൻ തീരുമാനിച്ചു.
അങ്ങനെയാണ് ഒരു നിലാവുള്ള രാത്രിയിൽ എൻ്റെ മധുരമായി സ്വരത്തോടു കൂടിയ ഓടക്കുഴൽ അങ്ങനെ ആരും മിട്ടാൻ തുടങ്ങി. ഓടക്കുഴൽ വിളിനാദം കേട്ടാൽ ഓളങ്ങളിളകും യമുനേ. പ്രപഞ്ചത്തെ മുഴുവൻ ചലിപ്പിക്കത്തക്കവണ്ണം സ്വരമാധുര്യമുള്ളതായിരുന്നു ആരുടെ ഓടക്കുഴൽ? അറിയുന്നേ, ഭഗവാന്റെ ഓടക്കുഴൽ. ആ ഓടക്കുഴൽ വിളിച്ചതോടുകൂടി എത്തുകയാണ് ആരെ? ഗോപികമാർ. ഗോപികമാര് മാത്രമല്ല, ഭഗവാനാണ് ഭേദം. ആണെങ്കിലാണത്, പെണ്ണെങ്കിൽ പെണ്ണത്, അതിനപ്പുറത്തെ പരാശക്തിയാണത്. വിളിച്ചു വന്നു എല്ലാവരും. എന്നിട്ട് ഭഗവാൻ ചോദിച്ചു, എന്തേ എല്ലാവരും കൂടി? ഭർത്താവിനെയും കുഞ്ഞുങ്ങളെ കൂട്ടി എന്തുകൊണ്ട് വന്നു? ഭഗവാനെ, ലോകപതിയായ അങ്ങുള്ളപ്പോൾ മറ്റൊരു ഭർത്താവ് ഞങ്ങൾക്ക് വേണോ എന്ന് ചോദിച്ചവരായിരുന്നു ആര്? അറിയുന്നേ, ഗോപികമാർ. ആ തലത്തിൽ അവർക്ക് ഭക്തി ഉളവാക്കി ഭഗവാൻ. അങ്ങനെ അവരുടെ ആഗ്രഹം, ഏത് വ്യക്തി ആ കൃഷ്ണനെ എങ്ങനെ ചിന്തിച്ചോ ആ രീതിയിൽ അവർക്കെല്ലാം അനുഗ്രഹം കൊടുക്കുന്നതാണ് എൻ്റെ രാസ ക്രീഡ. ചില ആളുകൾ, മുതിർന്ന ഗോപി അമ്മമാരെ തൻ്റെ കുട്ടിയായി കരുതി ആ കുഞ്ഞിൻ്റെ ഭാവത്തിൽ ആരെ അനുഗ്രഹിച്ചു? അവരെ അനുഗ്രഹിച്ചു. കാമുകനായിട്ട് കരുതി ആ ഭാവത്തിൽ അനുഗ്രഹിച്ചു. സഖാവായിട്ട്, കൂട്ടുകാരനായിട്ട് കരുതി ആ ഭാവത്തിൽ. ഏതു ഭാവത്തിൽ ആര് ചിന്തിച്ചോ ആ ഭാവത്തിലല്ലേ ഭഗവാൻ നമ്മെ അനുഗ്രഹിക്കുന്നത്? ആണോ? എല്ലാവർക്കും ഒരു മനസ്സാണോ? അല്ല. പല മനസ്സുകളുടെ ഉടമയാണ് നമ്മൾ. ഇപ്പം ഏത് ഭാവത്തിലാണോ നമ്മൾ ഭഗവാനെ ആശ്രയിക്കുന്നത് ആ ഭാവത്തിൽ ആര് നമ്മെ അനുഗ്രഹിക്കും? ഭഗവാൻ അനുഗ്രഹിക്കും. അതാണ് ഭാഗവതം. എന്തായാലും അങ്ങനെയുള്ള രാസക്രീഡയിൽ അവർക്ക് ആനന്ദ നൃത്തത്തോടുകൂടി അവരിച്ഛിച്ച പോലെ ഭഗവാൻ എപ്പോഴും സമീപത്തുണ്ട്. ഏകനായ കൃഷ്ണൻ അനേകനായി മാറുകയാണ്. നമുക്ക് സാധിക്കുമോ? ഇല്ല. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് തോന്നി ഭഗവാൻ തൻ്റെ അധീനതയാണ് തോന്നൽ ആർക്കുണ്ടായി? ഗോപീഗോപന്മാർക്കുണ്ടായി. ആ സമയം ഭഗവാൻ എപ്പോൾ നമ്മുടെ അഹന്ത ഉണ്ടാകുന്നു അപ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് ആര് മറയും? ഭഗവാൻ മറയും. അപ്പോൾ അഹന്ത ഒരിക്കലും നമുക്ക് പാടില്ല. അവർക്ക് വന്നു, തൻ്റെ അധീനത ഭഗവാൻ തോന്നി, മറഞ്ഞു ഭഗവാൻ. ഭഗവാനില്ലാത്ത ഒരു നിമിഷം പോലും സ്വസ്ഥമാക്കി ലോകത്തിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കില്ല, ഈശ്വര സ്മരണയില്ലാത്ത സമയം. അങ്ങനെയുള്ള ആ ഭഗവാൻ അവരെല്ലാം കേണു നിലവിളിച്ചു. ഭഗവാനില്ലാത്തൊരവസ്ഥ വന്നു എൻ്റെ മനസ്സിൽ. ഒരിക്കലും ഭഗവാൻ അരനിമിഷം പോലും ഭഗവാൻ മനസ്സിൽ നിന്ന് മാറി നിൽക്കാൻ പാടില്ല. അങ്ങനെയുള്ള ആ ഗോപികളെ കരഞ്ഞുകൊണ്ട് വിളിച്ചു. എവിടെ ഞങ്ങളുടെ കൃഷ്ണൻ? അതാ ചോദിക്കുന്നത്, വൃന്ദാവനത്തിലെ സഖിമാരെ നിങ്ങളെൻ്റെ കണ്ണനെ കണ്ടു. എന്താ അവർ അന്യോന്യം ചോദിക്കുകയാണ്, എൻ്റെ കണ്ണനെ കണ്ടോന്നാണ്. ഒരു വ്യക്തിയുടെ ആണോ കണ്ണൻ? അപ്പൊ സാധാരണ ഭർതൃഭാവമാണോ ഭഗവാനിൽ ഉണ്ടായത്? ആണോ? നമ്മുടെ ഓരോരുത്തരുടെയും കണ്ണനല്ലേ കൃഷ്ണൻ? ആണോ? അപ്പൊ അങ്ങനെ അന്യോന്യം ചോദിക്കുന്നു. പക്ഷെ അവിടെ എങ്ങും ഭഗവാനെ കാണുന്നില്ല. അപ്പോൾ ഒരുത്തി വിളിച്ചു പറഞ്ഞു, കൃഷ്ണൻ പോയ സ്ഥലം എനിക്കറിയാമെന്ന്. ഏതാ സ്ഥലം? കൃഷ്ണൻ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സ്ത്രീ ഉണ്ട്. ആരാണെന്ന് അറിയാമോ? രാധാദേവി. ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരി ഭാവമാണ് ആര്? രാധ. രാധ ഭഗവാൻ ജനിക്കുന്നതിന് മുമ്പ് അനേക വർഷങ്ങൾക്ക് മുമ്പ് ജനിച്ചതാണ്. ആര്? രാധ. രാധയ്ക്കും ആരാവണം ഭഗവാൻ? നമ്മുടെ ചിന്ത പോലെ ആ ഭർതൃഭാവമല്ല, ലോകപതിയായ ഭഗവാൻ തൻ്റെയും പതിയാകണം എന്ന് ചിന്തിച്ചവളായിരുന്നു ആര്? രാധ. അങ്ങനെ രാധയുടെ അടുത്ത് പോയി കാണുമെന്ന് ഈ മറ്റുള്ള ഗോപികമാരെല്ലാം അന്യോന്യം പറയുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അതാ രാധ കരഞ്ഞുകൊണ്ട് മുന്നിൽ നിന്ന് വരുന്നു. അവർ ചോദിക്കുന്നത് എന്താ? കണ്ടോരുണ്ടോ എൻ്റെ കണ്ണനെ നീലത്തണ്ടാരുളി മണിവർണ്ണനെ? കണ്ടോരുണ്ടോ എൻ്റെ കണ്ണനെ? ആരെങ്കിലും കണ്ടോ എന്ന് ചോദിച്ചു. നമ്മളൊക്കെ ഭഗവാനെ തിരഞ്ഞ് നടക്കുകയല്ലേ? ആണോ? ഉള്ള സകല അമ്പലങ്ങളിലും തീർത്ഥസ്ഥാനങ്ങളിലും പോയാൽ കിട്ടുന്നതാണോ ഭഗവാൻ? ആണോ? ആണോ? ഉള്ളിൻ്റെ ഉള്ളിലെ കണ്ണനെ കാണുവാൻ ഉള്ളു തുറന്നു വിളിച്ചിടയണം. എങ്ങും തിരഞ്ഞു നടന്നാലും കാണില്ല എങ്ങും നിറഞ്ഞുള്ള കാർവടനെ. അവനവൻ്റെ ഉള്ളിൽ
കുടികൊണ്ട് ശിവമാക്കി നമ്മളെ ചലിപ്പിക്കുന്നതായ ആ ചൈതന്യത്തെ അറിയുന്നത് ആ ശിവമായിരിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ. ശവമായ പിന്നെ അറിയാൻ സാധിക്കുമോ? ആ സമയം കൊണ്ട് ആരെ നേടാൻ സാധിക്കണം? ഭഗവാനെ നേടാൻ സാധിച്ചില്ല എങ്കിൽ പുനരപി ജനനം പുനരപി മരണം പുനരപി ജനനി ജഠരേ ശയനം ഇഹ സംസാരേ ബഹുദുസ്താരേ കൃപയാ പാരേ ബാഹി മുരാരേ ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ. മൂഢന്മാരെ ആരെ സംബോധന ചെയ്ത്? ആരെ സംബോധന ചെയ്തേ? ശങ്കരാചാര്യല്ലേ? ആണോ? ഈ മൂഢന്മാരെ മനുഷ്യന്മാർ തിന്നു കുടിച്ച് ചത്തുപോകാനുള്ളതല്ല, പിന്നെ എന്തിനുള്ളതാണ്? ഈശ്വര സാക്ഷാത്കാരത്തിന്. ഭാഗവത്തിലെ ഒരു ഭാഗത്ത് 5-ാമത്തെ സ്കന്ധത്തിലെ ഋഷഭദേവൻ്റെ ഒരു കഥ വരുന്നുണ്ട്. ഋഷഭദേവന് 100 പുത്രന്മാരായിരുന്നു. 100 പുത്രന്മാരെയും നിരന്തരം വിളിക്കും, രാവിലെ ഇരുത്തും, നല്ലൊരു ക്ലാസ് എടുക്കും. മർത്യജന്മം നാനാഭോഗത്തിനുള്ളതല്ല, പിന്നെ ഭഗവാനെ നേടാനുള്ളതാണ് ഈ മനുഷ്യജന്മം. നൈമിഷികമായ സുഖങ്ങൾ അനുഭവിച്ച് ചത്തുപോകാനുള്ളതല്ല കുട്ടികളെ. അത് അനുഭവിക്കുമ്പോൾ തന്നെയും ആ ഈശ്വരനെ നേടാനും ഒരു മനസ്സ് നമുക്ക് കുട്ടികൾക്കുണ്ടാകണം എന്ന് നിരന്തരം ക്ലാസ് എടുത്ത ഒരു അച്ഛനായിരുന്നു. ആര് പറയൂ? ഋഷഭദേവൻ. 100 കുട്ടികൾ, ഒരു കുട്ടി പോലും പിഴച്ചു പോയി. ഇവിടെ 1-2 ഉണ്ടായിട്ട് അതിനെ നേരെയാക്കാൻ സാധിക്കാത്തവരല്ലേ നമ്മൾ? ആണോ? ഭാഗവതം പഠിക്കണം. 100 കുട്ടികൾക്കും നിരന്തരം ക്ലാസ് എടുക്കണം. മക്കളുണ്ടായാൽ മാത്രം പോരാ, മക്കളെ വേണ്ട വിധത്തിൽ നയിക്കേണ്ട ചുമതല ആരുടേതാണ്? മാതാപിതാ. ഭാഗവതം സ്പഷ്ടമായിട്ട് അതൊക്കെ പറയുന്നത്. ഋഷഭദേവൻ 100 പുത്രരും തനിത്തങ്കമായി മാറി. 81 പേര് ബ്രാഹ്മണർ ബ്രഹ്മജ്ഞാനികളായി മാറി. 9 പേര് നവയോഗികളായി മാറി. 10 പേര് ഗംഭീരന്മാരെ രാജാക്കന്മാരായി മാറിയില്ലേ? ഒരെണ്ണെങ്കിലും പിഴച്ചു പോകാൻ കാരണം എന്താ? 99% കാരണം വളർത്തുദോഷം അല്ലേ? ആണോ? ഇവിടെ ഭാഗവതം സ്പഷ്ടമായിട്ട് ഭഗവാന്റെ ആ ജീവിതം കാട്ടിത്തരുന്നതൊക്കെയാണ്. എന്നല്ല അങ്ങനെയുള്ള ഋഷഭദേവൻ്റെ 100 പുത്രരും നേരെയാക്കാൻ സാധിച്ചു. അപ്പം നമ്മുടെ ജീവിതത്തിലും മക്കളൊക്കെ ഉണ്ടാകുമ്പോൾ മക്കൾക്ക് ചെറുപ്പകാലത്തെ ഒരു 12 വയസ്സിനുള്ളിൽ ഈ സംസ്കാരത്തെ, ഒരു നാമജപ സംസ്കാരമെങ്കിലും കുറഞ്ഞത് കൊടുത്ത് നമ്മുടെ പുരാണാദി കാര്യങ്ങൾ കഥാരൂപത്തിൽ കുട്ടികളിലേക്ക് എത്തിച്ച് സിമ്പിളായുള്ള അതിൻ്റെ ആധ്യാത്മിക തലവും പറഞ്ഞു കൊടുത്ത് ആ കുട്ടിയുടെ മനസ്സിലേക്ക് ഈ സംസ്കാരം എത്തിയാൽ ആ കുട്ടിയുടെ ശരീരം വളരുന്നതനുസരിച്ച് ആ സംസ്കാരവും ഉള്ളിൽ വളരും. ആ സമയത്ത് ആ കുട്ടിക്ക് സംസ്കാരം കൊടുത്തില്ല എങ്കിൽ പിന്നെ കുട്ടികൾ പിഴച്ചു പോയാൽ ഇത് നമ്മുടെ കയ്യിൽ നേരെയാക്കാൻ സാധിക്കുമോ? ഇല്ല. അപ്പം ആ തലത്തിൽ മക്കളെ വളർത്തണം. അത് ഭഗവാൻ കൃഷ്ണൻ കാട്ടിത്തരികയാണ് കഥയിൽ കൂടി അല്ലേ? ഒരു പരിധി കഴിയുമ്പോൾ കുസൃതി മാറി ഗുരുനാഥന്മാരെ ബഹുമാനിക്കാനും പിന്നെ അവർ പറഞ്ഞതനുസരിച്ച് ജീവിക്കാനും നന്മയൊക്കെ മനസ്സിലാക്കാനും നമുക്ക് ഓരോരുത്തർക്കും സന്ദേശമല്ലേ ഭഗവാൻ തരുന്നത്? കഥയാണോ ഭഗവാന്റെ? ഭാഗവതം ഒരിക്കലും കഥയല്ല. നമുക്ക് ആദ്യം മുതൽ പറഞ്ഞു വരുമ്പോഴാണ് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയി ധന്യമാക്കാം എന്ന് കാട്ടിത്തരുന്ന മഹത്തായ ഗ്രന്ഥമാണ് ശ്രീമദ്. ആ തലത്തിൽ ഭാഗവത്തെ കാണും. ഇങ്ങനെ ഭഗവാൻ കൃഷ്ണൻ വീണ്ടും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ, സുധാമാവിലേക്ക് പോയി കഴിഞ്ഞാൽ, ഒരു അല്പം അത് സുധാമാവിൻ്റെ പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. സുധാമാവിലേക്ക് പോയി കഴിഞ്ഞാൽ, സുധാമാവ് ഇതിൻ്റെ പേരെന്തായിരുന്നു? മറ്റൊരു പേര് നമ്മളൊക്കെ വിളിക്കുന്ന പേരെന്താ? കുചേലൻ. അദ്ദേഹം കുചേലനായിരുന്നു. എന്താ കുചേലനുള്ള അർത്ഥം? ചേല മുഷിഞ്ഞവൻ ആരോ അവൻ. ഇപ്പം നമ്മളിൽ ആരുടെയും ചേല മുഷിഞ്ഞതുണ്ടോ? ഇല്ല. പക്ഷെ നമ്മൾ കുചേലരല്ലേ? എന്ത് മിണ്ടാത്തേ? കുചേലരാണോ? എവിടെയെങ്കിലും മുഷിഞ്ഞിട്ടുണ്ടോ? എവിടെ? മനസ്സല്ലേ? മനസ്സ് മുഷിഞ്ഞ നമ്മളെയാണ് കുചേലർ അല്ലേ? അപ്പം നമ്മളെ സുധാമാവിൻ്റെ കൂടെ
അദ്ദേഹത്തിനെ കുചേലനെ വിളിക്കണ്ട. കാരണം വസ്ത്രം, ഒരേ ഒരു വസ്ത്രം പലതവണ കഴുകി കൊടുത്താൽ അത് കുറച്ച് കഴിയുമ്പോൾ മുഷിഞ്ഞായിട്ട് നമുക്ക് തോന്നും. പക്ഷേ മുഷിഞ്ഞതല്ലായിരിക്കും. പക്ഷെ അതിൻ്റെ മനസ്സെന്തായിരുന്നു? ശുദ്ധമായ മനസ്സ്. ആ സുധാമാവിൻ്റെ കൂടെ ഒരു ദ്വാരക യാത്ര നമ്മൾ ഭാഗവത്തിൽ പറയുന്നില്ലേ, കുചേലൻ പോകുന്നില്ലേ? പോകുന്നുണ്ടോ? അപ്പോൾ സുധാമാവിൻ്റെ കൂടെ കുചേലരായ നമ്മളും എവിടേക്ക് പോകണം? കഥ കേട്ടാൽ പോരാ, നമ്മളത് അനുഭവിക്കണം, വേണ്ടേ? ആ സുധാമാവിൻ്റെ കൂടെ എവിടേക്ക് യാത്രയാകണം? ദ്വാരകയിലേക്ക്. എങ്ങനെ പോകേണ്ടത്? അതിലൊക്കെ ജാനകിയുടെ കുറ്റം പറഞ്ഞുണ്ടോ? എങ്ങനെ പോകേണ്ടത്? ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ആ സുധാമ ഇങ്ങനല്ല വിളിച്ചത്. എങ്ങനെ വിളിച്ചത്? കരളുരുകി ഒന്നു വിളിച്ചെങ്കിലൻ പുരാൻ കൈവെടിഞ്ഞിട്ടില്ല ഇന്നോളമാരെയും. ഭഗവാനെ ആത്മാർത്ഥമായി വിളിച്ച ഭക്തന്മാരെ ഭഗവാൻ കൈവിട്ടിട്ടുണ്ടോ? ഉണ്ടോ? അപ്പം ആ ഭക്തിയോടുകൂടി ഭഗവാനെ ആശ്രയിക്കാൻ പഠിപ്പിക്കുന്ന കഥയാണേത്? കുചേലോപാഖ്യാനം. അങ്ങനെ പോവുകയാണ്, ഭഗവാനെ കാണാൻ പോവുകയാണ്. എത്ര വർഷമായി കൃഷ്ണ നമ്മൾ തമ്മിൽ കണ്ടിട്ട്? ഈ കൃഷ്ണഗാത്രനായി എന്നെ ഞാനോട് വരുമ്പോൾ കൃഷ്ണ അങ്ങനെ അറിയുമോ എന്നൊരു തോന്നൽ ആർക്കുണ്ടാകുന്നു? വളരുന്നാള എന്നായിട്ട് ഭഗവാനെ കാൺമാനിത്ര നാളും പുറപ്പെടാത്ത ഞാൻ ഇന്നു ചെല്ലുമ്പോൾ നാളിക നയനെന്തു തോന്നുമോടിന്ന് നാളികം കരിമ്പന പോൽ എയ്ത പോലെയോ. ആ ഭക്തിയുമാണ്. ആ ഭഗവാനെ കണ്ടിട്ടില്ല, അനേക വർഷങ്ങളായി. ആ ഗുരുവായൂരപ്പനെ എങ്ങനെ കാണാൻ വേണ്ടി അങ്ങനെ പോകുമ്പോൾ മനസ്സങ്ങനെ ഭഗവാനിലേക്ക് ലയിച്ച് പരിസരമൊക്കെ മറന്നുകൊണ്ട് ആ രാജവീതിയിലേക്ക് സുധാമാവ് ഇറങ്ങുകയാണ് നാമജപത്തോടുകൂടി. ആ ഒരു ഭക്തിഭാവം ആരിലും ഉണ്ടാകണം. എന്തേ മിണ്ടാത്തേ? ആ ഭാവം ഉണ്ടായാൽ മാത്രമേ ആരും സ്വീകരിക്കൂ. ഭഗവാൻ സ്വീകരിക്കും. അതേപോലെ തന്നെയാണ് സന്താനഗോപാലൻ കഥയിലേക്ക് വരുമ്പോൾ അവിടെയൊക്കെ ഭക്തിയാണ് കേട്ടോ. ഭാഗവതത്തിന് ആദ്യം നേടേണ്ടത് ഭക്തിഭാവമാണ്. ഭക്തി നേടിക്കഴിഞ്ഞാൽ രണ്ടു മക്കളും കൂടെ വന്നോളും. ആരെ? ജ്ഞാന വൈരാഗ്യം. ഭക്തിയാണ് ഭാഗവതത്തിൽ നേടേണ്ടത്. പിന്നെ അങ്ങനെ ആ സന്താനഗോപാലൻ കഥയിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ മക്കളൊക്കെ നഷ്ടപ്പെട്ട ഒരു ബ്രാഹ്മണന്റെ ദുഃഖം ഭഗവാൻ പോലും സ്വീകരിക്കാൻ തയ്യാറല്ല. ആരെ? ബ്രാഹ്മണൻ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആര് വരുന്നു? അർജുനൻ ഒരിക്കൽ അവിടെ എത്തുന്നു. ഈ ഇദ്ദേഹം നിരന്തരം കുട്ടികളെ മരിക്കും ശവമായിട്ട് എടുത്തുകൊണ്ട് വരും. അങ്ങനെ കരയും. അനേറ്റുവെന്ന് അടുത്ത് അങ്ങേക്കൊരു സന്തതി ഉണ്ടായാൽ ഞാൻ രക്ഷിച്ചു തരാമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ബ്രാഹ്മണനെ ഇത് വിശ്വാസമാകുന്നില്ല. കാരണം തൻ്റെ ദുഃഖം കണ്ട് ഭഗവാൻ വഴിയെ പോകുന്നുണ്ട്. പക്ഷേ തന്നോട് ഇരുവർ ചോദിച്ചിട്ട് പോലും എന്താ ബ്രാഹ്മണന്റെ അങ്ങ് കരയുന്നതെന്ന് ആരും ചോദിച്ചിട്ടില്ല. അപ്പം തൻ്റെ കർമ്മഫലം ആയിരിക്കാമെന്ന് ആർക്ക് ചിന്തയുണ്ടായിരുന്നു? ബ്രാഹ്മണൻ. പക്ഷെ ദുഃഖത്തിൽ അകപ്പെട്ടു പോകുമ്പോൾ ആ ചിന്ത മനുഷ്യനിൽ നിന്ന് മാഞ്ഞു പോകും. അങ്ങനെ ഒമ്പതാമത്തെ കുട്ടിയെ ശവം കൊണ്ടുവന്നു. അവിടെ കരിഞ്ഞു. അപ്പോഴാണ് അന്ന് എതിർച്ച അർജുനൻ അവിടെ ഉണ്ടായിരുന്നു. അർജുനൻ വിളിച്ചു. ഭഗവാനെ അസഭ്യമൊക്കെ പറയുകയാണ്. ആരെ? ഈ ബ്രാഹ്മണർ. ഇത് കേട്ടപ്പോൾ ആർക്ക് സഹിക്കാൻ വയ്യാതെ വന്നു? അർജുനനെ വിളിച്ചു. എന്താ ബ്രാഹ്മണന്റെ അങ്ങയുടെ ദുഃഖം? നീ ആരാടാ എൻ്റെ ദുഃഖത്തെ പരിഹരിക്കാൻ? ആര് ചോദിച്ചു? അത് കഴിഞ്ഞ് വീണ്ടും പലവട്ടവും പറഞ്ഞു, ഞാൻ ഇനി അങ്ങേക്ക് ഒരു സന്താനം ഉണ്ടായാൽ ഞാൻ രക്ഷിച്ചു തരാം എന്ന് വാക്ക് കൊടുത്തിട്ടും അത് വിശ്വസിക്കാൻ ആരും തയ്യാറാകുന്നില്ല. അവസാനം അങ്ങനെ ഈ കുട്ടിയെ രക്ഷിച്ചു തന്നില്ലെങ്കിൽ എന്ത് ചെയ്യും നീ എന്ന് ചോദിച്ചു അർജുനനോട്. അപ്പോൾ അർജുനൻ പറയുന്നുണ്ട്, ഞാൻ വില്ലാളി വീരനാണ്, ഗാന്ധികം എൻ്റെ കയ്യിലുണ്ട്, പാശുപതാസ്ത്രം ആരെ ജയിച്ചു കിട്ടി?
അർജുനന്നു പാശുപതാസ്ത്രം അത്തലന്നെ കൊടുത്തോനേ പാഹിമ പരമ ശേഖര. അല്ലേ, കേട്ടിട്ടില്ലേ? ഉണ്ടോ? മകനെയുള്ള ഇതൊക്കെ ഉള്ളവൻ വില്ലാളി വീരനാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞ് ഞാൻ രക്ഷിച്ചു തരും. ഞാൻ രക്ഷിച്ചു തന്നില്ലെങ്കിൽ ഞാൻ അഗ്നികുണ്ഡം കൂട്ടി അതിൽ ചാടി ദേഹത്തെ ഉപേക്ഷിക്കുമെന്ന് പറഞ്ഞപ്പോൾ ആര് സമ്മതിച്ചു? ബ്രാഹ്മണൻ. ശരി, അങ്ങനെയാണെങ്കിൽ നീ പറഞ്ഞ് ഞാൻ വിശ്വസിക്കുന്നു. അവസാനം ഒരു ഗർഭിണിയായി പ്രസവിക്കുന്ന കുറച്ച് ദിവസം എന്നെ വിവരം അറിയിക്കണമെന്ന് പറഞ്ഞു. ആര്? വില്ലാളി വീരനായ അർജുനൻ, ഗാന്ധീവൻ കയ്യിലുള്ളവൻ. അവസാനം ഒരു ബ്രാഹ്മണന്റെ ഭാര്യയുടെ ഗർഭത്തിന് കാവൽ നിൽക്കേണ്ട ഗതികൾ ആർക്ക് വന്നു അറിയുന്നേ? അതിൻ്റെ കാരണം ഞാനെന്ന ഭാവം, അഹം. അവിടെ ആരെ സ്മരിച്ചില്ല. ഇത്രയൊക്കെ പ്രശ്നമുണ്ടായപ്പോഴും ആരെ ചിന്തിച്ചിട്ടില്ല? ഭഗവാനെ ചിന്തിച്ചു. അവസാനം 9 ശവമെങ്കിലും കണ്ടു. 10ാമത്തെ ശവം പോലും ഇല്ലാതെ വന്നപ്പോൾ ഇറങ്ങി പതിച്ച് ഇറങ്ങി വന്നു. ബ്രാഹ്മണരെ 9 ശവമെങ്കിലും അങ്ങ് കണ്ടു. 10ാമത്തെ കുറ്റ ശവം പോലും ഇല്ലാന്ന് കേട്ടതുകൂടി ഹേ മൂഢ ജല എന്നൊക്കെ ആരെ അഭിസംബോധന ചെയ്യുന്നുണ്ട്? അർജുനന്. എവിടെടാ നിന്റെ വീരശൂരം? നീ വില്ലാളി വീരനല്ലേ പറഞ്ഞത്? എവിടെ നിന്റെ വീരത്വം? തല താണുപോയി. അവസാനം പലയിടത്തും തിരക്കി ഒരിടത്തും കാണാൻ സാധിച്ചില്ല. തിരിച്ചു വന്നു. വാക്കുപാലിക്കണമെന്ന് അർജുനൻ കൂട്ടി എന്തേ അങ്ങനെ വലം വെക്കുകയാണ്. അപ്പോഴും ആരെയും ചിന്തിച്ചില്ല. 1, 2, 3, 5 വല 7ാമത്തെ വലത്തിൽ ചാടാൻ പോവുകയാണ്. 7ാമത്തെ വലം വെച്ച് വന്നപ്പോൾ അറിയാതെ ഉള്ളിൻ്റെ ഉള്ളിൽ ആര് കടന്നു വന്നു? ചിന്ത വന്നു. അറിയാതെ പറഞ്ഞു, വിശ്വനായക നിന്നുടെ ഭക്തനാ അർജുനൻ ഇതാ ഭക്തിയിൽ ചാടും. ചിത്തമോഹം അശേഷമകന്നിനി സ്വരൂപത്തിൽ ചേർന്നു ലയിക്കണേ. ഹരേ കൃഷ്ണ. വിശ്വനായക, വിശ്വത്തിന് ആധാരമാകിയ അല്ലയോ ഭഗവാനെ കൃഷ്ണ, നിന്നുടെ ഭക്തനായ ഞാൻ അർജുനൻ അഗ്നികുണ്ഡത്തിലേക്ക് ചാടാൻ പോവുകയാണ് ഭഗവാൻ. ചിത്തമോഹം മറ്റെല്ലാ ആഗ്രഹത്തെയും എൻ്റെ മനസ്സിൽ നിന്ന് അകറ്റി ഭഗവാനെ അങ്ങ് എൻ്റെ മനസ്സിൽ കുടികൊണ്ടുകൊണ്ട് എന്നെ അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് അഗ്നികുണ്ഡത്തിലേക്ക് അതാ ചാടും. പിടിക്കുന്നു. ആര്? പുറകോട്ട് നോക്കിയപ്പോൾ എങ്ങനെ നിൽക്കുന്നു? ചിരി തൂകി കളിയാടി വാവാ കണ്ണ എൻ ഗുരുവായൂരമ്പാടി കണ്ണ വാവാ. മന്ദസ്മിതത്തോടുകൂടി ആര് നിൽക്കുന്നു? കൃഷ്ണൻ. ഒന്ന് നോക്കി തല കുനിഞ്ഞു. കാരണം ആശ്രയിക്കേണ്ട സമയത്ത് താൻ ആശ്രയിച്ചില്ല ഭഗവാൻ. അവസാനം ആശ്രയിച്ചപ്പോഴും തന്നെ കൈപിടിച്ചല്ലോ എന്നൊരു ചിന്ത ആരിലുളവായി? അർജുനനിൽ ഉളവാകുന്നു. കാരണം ഞാനെന്ന അഹന്ത ഉള്ളത്തോളം സമയം ആരുള്ളിൽ വസിക്കില്ല. പറയുന്നേ, എത്ര ഭക്തനായ നമ്മുടെ അഹം, ഞാനെന്ന ഭാവം എപ്പോൾ തീരുന്നോ അപ്പോൾ മാത്രമേ ഭഗവാൻ നമ്മുടെ കൂട്ടുകാരനായി വരികയുള്ളൂ. ഏകാദശ സ്കന്ധം ഗംഭീരമാണ്. നമുക്ക് പറയാനുള്ള സമയമില്ല. അതുകൊണ്ട് നമുക്ക് കുറച്ച് പറയാമെന്ന് വിചാരിച്ചു. പക്ഷേ നമുക്ക് 3:30 കറക്റ്റ് നടത്തണം. ഇതിൽ ഭാഗവതം ശരിക്കും പറയാമെന്നുണ്ടെങ്കിൽ എത്ര പറഞ്ഞാലും തീരില്ല. ആദ്യ മധ്യ അന്തമില്ലാത്തതല്ലേ ഭഗവാൻ? ആണോ? ആ ഭഗവാൻ തന്നെയല്ലേ അക്ഷരസ്വരൂപയായി എവിടേക്ക് വന്നിരിക്കുന്നത്? ഭാഗവതത്തിലാണ്. എങ്കിലും ഭാഗവതത്തിൽ ആദ്യം നേടേണ്ടത് ഭക്തിയാണ്. ആ ഭക്തിഭാവം നമ്മളിൽ വന്നാൽ നമ്മുടെ അഹന്ത ഇല്ലാതായി. അപ്പോൾ പതുക്കെ അറിവ് നമ്മളിലേക്ക് പ്രകാശിക്കും. നല്ല അറിവുണ്ടാകുമ്പോൾ, കാലം നമ്മളെ മുന്നോട്ട് നയിക്കുമ്പോൾ അവസാനം നമ്മുടെ ഉള്ളിൽ തോന്നും, ഈ കണ്ടതൊന്നും ഒരു
ശാശ്വതമല്ല ഹൃത്തേ ഭക്ത്യാ ഭജിക്ക പുരുഷോത്തമ പാദപത്മം. ഈ കാണുന്ന മായപ്രപഞ്ചമൊന്നും എൻ്റെ കൂടെ ശാശ്വതമായി നിലനിൽക്കില്ല. ശാശ്വതമായ ഏതൊരു ചൈതന്യമാണോ അതിനെയാണ് ഞാൻ ജീവിതത്തിൽ ആശ്രയിക്കേണ്ടത് എന്ന ബോധതലത്തിലേക്ക് ശ്രീമദ് ഭാഗവതം നമ്മെ ഓരോരുത്തരെയും കൊണ്ടെത്തിക്കും. അപ്പം ആ തലത്തിൽ ഭാഗവതം ശ്രവണം ചെയ്യണം. വെറുതെ മണിയടിച്ച് പൂജിച്ച് കാട്ടിക്കൂട്ടിൽ പോകരുത്. ഭാഗവതം വിജ്ഞാനത്തെ പ്രകാശിപ്പിക്കണം, മനുഷ്യനെ നന്മയിലേക്ക് നയിക്കണം. ആ തലത്തിൽ ഭാഗവതത്തെ പറഞ്ഞു കൊടുത്താൽ ഒരൊറ്റ ആളിലേക്ക് നമ്മൾ അനുഭവം അനേക എടുക്കാതെ നിങ്ങളൊക്കെ ആളാണ്. ആ കീർത്തനങ്ങളും എല്ലാവർക്കും നമ്മൾ ചൊല്ലിച്ച് ആളുകൾ നടക്കുകയും ചെയ്ത് സത്യം കേട്ടിട്ടുണ്ടോ? ഫുള്ള് ആളാണ്. അവിടെ ഇരിക്കുന്ന ആചാര്യനൊക്കെ പൊങ്ങിയാണ് കടന്നിരിക്കുന്നത്. ഇങ്ങനെ കഥ പറയും. കൂടെ ഇങ്ങനെ നല്ല കീർത്തനങ്ങൾ സന്നദ്ധയുടെ കഥയുടെ കൂടെ. അപ്പോൾ ആനന്ദത്തിൽ അവിടെ ആറാടി നൃത്തം ചെയ്യും ചില ആളുകൾ വന്ന് തന്നെ തന്നെ മറക്കുകയാണ്. അവിടെ ഭഗവാൻ ആശ്രയിക്കുമ്പോൾ തന്നെ തന്നെ മറക്കണം, വേണ്ടേ? ആ ഭാവത്തിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുന്ന മഹത്തായ ഗ്രന്ഥമാണ് ശ്രീമദ് ഭാഗവതം. എന്തായാലും നിർത്താം. ഈ 112ാമത് വർഷമായ ഈ വേദിയിൽ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ഭാഗത്തുള്ള ചില കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുവാൻ എന്നെ അനുഗ്രഹിച്ച എൻ്റെ ഗുരുനാഥന്മാരും അതുപോലെ സത്യാനന്ദ സ്വരൂപനായിരിക്കുന്ന ഭഗവാനും അവരുടെ അനുഗ്രഹമില്ലെങ്കിൽ നമുക്കൊരു വാക്ക് പോലും വരില്ല. ഞാൻ 9 വർഷം ഗുരുവായൂരമ്പലത്തിൽ ഭാഗവത സത്കാരം നടത്തി. കഴിഞ്ഞു എൻ്റെ ഗുരുനാഥനായ സ്വാമിജി ഗുരുവായൂരപ്പദാസൻ ഇരുന്ന വേദിയിൽ 2008 ആദ്യമായിട്ട് വന്നു. 2016 ഞാൻ റിട്ടയറാവുന്ന വർഷം വരെ എല്ലാ വർഷവും ഗുരുവായൂരമ്പലത്തിൽ നമ്മളവിടെ നിന്ന് മനസ്സുകൊണ്ട് ഇങ്ങനെ കണ്ണീര് വന്നു. ഗുരുവായൂരപ്പൻ്റെ ആ സദസ്സിൽ നിന്ന് നമ്മുടെ ഗുരുനാഥൻ, എൻ്റെ ഗുരുനാഥൻ നല്ല ഭക്തോത്തമനായിരുന്നു ഗുരുവായൂരപ്പദാസൻ. ഭക്തിയാണ് അദ്ദേഹം, ഇത് വേദാന്തം പറയില്ല. പക്ഷെ നമ്മളവിടെ അറിയാതിരുന്ന് ആ ഭഗവാനെ അങ്ങനെ കാണാൻ സാധിക്കും. അപ്പം നമുക്ക് ഏകാദശ സ്കന്ധത്തിലേക്ക് കിടക്കാം. ഏകാദശ സ്കന്ധം 12 സ്കന്ധങ്ങളാണ് ഭാഗവതം. ഏകാദശ സ്കന്ധം മുക്തിയിലേക്ക് നമ്മളെ നയിക്കുന്ന വേദാന്ത തത്വങ്ങൾ. ഭഗവാന്റെ ജനിച്ചപ്പോൾ മുതലുള്ള ആ കഥ എങ്ങനെ വർണ്ണിച്ച് ദശമസ്കന്ധത്തോടുകൂടി കഥകളെല്ലാം അവിടെ അവസാനിക്കുക. പിന്നെ ഏകാദശസ്കന്ധം തുടങ്ങിയാൽ ഗംഭീരങ്ങളായ തത്വങ്ങളെയാണ് അവിടെ പ്രകാശിപ്പിക്കുന്നത്. ഭഗവാന്റെ സ്വർഗാരോഹണം ആകാൻ സമയമായി എന്ന് നാരദ മഹർഷി അറിയുന്നു. അദ്ദേഹം ദ്വാരകയിലേക്ക് കടന്നു വരുന്നു. പക്ഷെ അന്ന് ഭഗവാന്റെ അടുത്തേക്ക് പോയില്ല. അന്ന് ഭഗവാന്റെ പിതാവായ വസുദേവരുടെ ഭവനത്തിലേക്ക് നാരദ മഹർഷി കടന്നു വരുന്നു. നാരദ മഹർഷിയെ സ്വീകരിച്ചു. വസുദേവർ പറയുന്നു, അങ്ങേപോലെയുള്ള മഹത്തുക്കൾ ഗൃഹസ്ഥാശ്രമികളായ ഞങ്ങളുടെ ഭവനത്തിൽ വരിക എന്ന് വെച്ചാൽ അതിനപ്പുറം ഒരു ഭാഗ്യം ഉണ്ടോ എന്ന് ആരാ ചോദിക്കുന്നത്? ഭഗവാന്റെ പിതാവായ വസുദേവർ. ആരോ ചോദിക്കുന്നത്? നാരദ മഹർഷി. അപ്പം സജ്ജനങ്ങൾ നമ്മുടെ ഭവനങ്ങളിൽ വരണ്ടേ? വേണോ? വരുത്തണം. സജ്ജന സംഘമാണ് നമ്മുടെ മുക്തിമാർഗത്തെ കാട്ടിത്തരുന്ന വഴി. കയറി വന്നു, ഇരുന്നു. എന്നിട്ട് നാരദ മഹർഷിയോട് വസുദേവർ ചോദിക്കുന്നു, കർമ്മനിരതരായി ജീവിക്കുന്ന ഞങ്ങളെപ്പോലെ ഉള്ളവർക്ക് എങ്ങനെ ഈശ്വര സാക്ഷാത്കാരം നേടാൻ സാധിക്കും? എന്താ ചോദിച്ചത്? കർമ്മനിരതരായി ജീവിക്കുന്ന നമ്മളെ പോലെയുള്ള, നമുക്ക് വേണ്ടിയാണ് ആര് ചോദിച്ചത്? വസുദേവർ. കർമ്മനിരതരായി ജീവിക്കുന്ന ഞങ്ങൾക്ക് എങ്ങനെ ഭഗവാനെ സാക്ഷാത്കരിക്കാൻ സാധിക്കും എന്ന് ചോദിച്ചപ്പോൾ
നാരദൻ പറയുന്നു, പണ്ട് മിനി ചക്രവർത്തി ഇതേ ഒരു ചോദ്യം നവയോഗികളോട് ചോദിച്ചത്. ആരാ നവയോഗികൾ? 5-ാമത്തെ സ്കന്ധത്തിൽ കൃഷ്ണദേവന്റെ 100 പുത്രന്മാരിൽ 9 പേരാണ് ആര്? നവയോഗികൾ. അവരുടെ ചോദിച്ച ചോദ്യം ഇത് തന്നെയാണ് ചോദിച്ചത്. കർമ്മനിരതരായി ജീവിക്കുന്ന നമുക്ക് ഈ പ്രാരാബ്ധത്തിനിടയ്ക്കും ഭഗവാനെ എങ്ങനെ മനസ്സിലാണല്ലോ സാക്ഷാത്കരിക്കാൻ സാധിക്കും? നമുക്കറിയേണ്ടത് വേണ്ടേ? 9 പേരോടാണ് ഈ 9 ചോദ്യങ്ങൾ. ആദ്യം ചോദിക്കുന്നു, എന്താണ് ഭാഗവത ധർമ്മം? എന്താ ഭാഗവത ധർമ്മം? നമുക്ക് ചുരുക്കി പറയാം. എന്താ ഭാഗവത ധർമ്മം? സകല കർമ്മങ്ങളും ഭഗവാങ്കൽ അർപ്പിച്ച് ചെയ്യുന്നതാണ്. എൻ്റെ ഒരുപാട് വിശദീകരണം ഉണ്ട്, അതുകൊണ്ട് പോകുന്നില്ല. അതാണ് ഭാഗവത ധർമ്മം അല്ലേ? ഏത് പ്രവൃത്തിയും ആര് സമർപ്പിക്കണം? ഭഗവാനെ സമർപ്പിച്ച് ചെയ്യാൻ. അതാണ് ഭാഗവത ധർമ്മം. പിന്നെ ഹരി എന്നുള്ള ആളാണ് നവയോഗ ഒരാളാണ് അത്. ഹരിയാണ് കവിയാണ്. അതിലാണ് അത്തരം പറയുന്നത്. അടുത്ത ചോദ്യം, ആരാണ് ഭാഗവതന്മാർ? ആരാണ് ഭാഗവതോത്തമന്മാർ? ആരാ ഭാഗവതോത്തമന്മാർ? ഈ ധർമ്മം അനുഷ്ഠിച്ച് ജീവിക്കുന്നവരാരാ? ഭാഗവതോത്തമന്മാരാ. പക്ഷെ ഒരു അല്പം വിശദീകരണം അവിടെ കൊടുക്കുന്നുണ്ട്. വിഗ്രഹത്തിലും പടത്തിലും മാത്രം ഭഗവാനെ കണ്ട് ഭജിക്കുന്നവരെ പ്രാകൃത ഭക്തന്മാർ. ഇപ്പം നമ്മൾ ഏത് വിഭാഗത്തിൽപ്പെടുന്നു? ഇതുണ്ടത് നമ്മൾ അതിലേക്ക് 1-ാം ക്ലാസ്സിൽ എപ്പോഴും നമ്മൾ കിടക്കുന്നത് അല്ലേ? നമ്മൾ അടുത്ത ക്ലാസ്സിലേക്ക് കയറാൻ നമുക്ക് ആർക്കും ഇഷ്ടമില്ല. വിഗ്രഹാരാധന എവിടം വരെ മതി? നാമരൂപമില്ലാത്ത ഭഗവാനെ നമ്മളെപ്പോലെയുള്ള ആജ്ഞർക്ക് അറിയാൻ വേണ്ടിയാണ് എൻ്റെ ക്ഷേത്രം ക്ഷയാത്രായതേ, നാശത്തിലേക്ക് പോകാതെ നാശരഹിതമായതിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നതാണ്. അപ്പം അങ്ങനെയുള്ള വെറും വിഗ്രഹത്തിലും പടത്തിലും മാത്രം ഭഗവാനെ കണ്ട് ആരാധിക്കുന്നത് പ്രാകൃത ഭക്തിയാണ്. എന്നാൽ ഭക്തന്മാരിൽ ദയയും സകല ചരാചരങ്ങളിലും ഈശ്വരനാണ് കുടികൊള്ളുന്നുള്ളൊരു ബോധവും നമുക്കുണ്ടായാൽ അതേത് ഭക്തിയാണ്? മധ്യമ ഭക്തി. അത്രേ ആകുന്നുള്ളൂ. ഉത്തമ ഭക്തിയാവണമെങ്കിൽ എന്ത് വേണം? എന്ത് വേണം? പ്രഹ്ലാദൻ ഉത്തമ ഭക്തനായിരുന്നു അല്ലേ? ആയിരുന്നോ? എവിടെടാ നിന്റെ നാരായണൻ ചോദിച്ചപ്പോൾ എന്ത് പറഞ്ഞു? ഊണിലും തുരുമ്പിലും ഭഗവാനെ കാണാൻ പഠിക്കുന്നതല്ലേ ഭാഗവതം? ആ ധർമ്മമല്ലേ സനാതനധർമ്മം? അല്ല ആകാശം ദൈവം പൊട്ടി വീഴുന്നുണ്ടോ? ഉണ്ടോ? പ്രപഞ്ചത്തിൽ മുഴുവൻ നിറഞ്ഞിരിക്കുന്നതായ ആ ചൈതന്യത്തെ എവിടെ നോക്കിയാലും കാണാം എന്ന് നമ്മെ പഠിപ്പിച്ച ഒരു കൊച്ചുകുമാരനായിരുന്നു ആര്? പ്രഹ്ലാദൻ. ഉണ്ടച്ച തൂണിലും ഉണ്ട് എന്ന് പറയണമെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഭക്തി നിറഞ്ഞ ആ മനസ്സ് ആ സ്തംഭത്തിലേക്ക് നോക്കിയപ്പോൾ ആരെ കാണുന്നു? ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാകാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിവൃദ്ധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം. ആ ഒരു ഭക്തിയാണ് ആൾ ഉണ്ടാകേണ്ടത്. ഏറെ ഉത്തമ ഭക്തി. സകല ജീവജാലങ്ങളിലും സകല ചരാചരങ്ങളിലും ആരെ കാണാൻ പഠിക്കണം? അറിയുന്നേ ഭഗവാനെ കാണാൻ മനസ്സ് വരുന്നവരാണ് ഏത്? ഉത്തമ ഭക്തൻ. ഇനി എന്താണ് മായ? അടുത്താണ് എന്താ മായ? ഇതെല്ലാം മായയല്ലേ വാസ്തവത്തിൽ? ഇത് നാളെ ഉണ്ടാകുമോ? സ്ഥിരമായി നിലനിൽക്കാത്ത നശിച്ചു പോകുന്നത് എന്തോ അതെല്ലാം നമ്മളെ ഏതിൽ ഭ്രമിച്ചാ ജീവിക്കുന്നത്? മായാ പ്രപഞ്ചത്തെ അലയാതെ നിത്യം ശ്രീമണികണ്ഠനെ ഭജിക്കുക മനസ്സേ. മായാ പ്രപഞ്ചത്തിൽ അലയാതെ ആരെ കാണണം? ഭഗവാനെ കാണാം. ഈ കണ്ടതൊന്നും ഒരു ശാശ്വതമല്ല. ഇത് നാളെ നിലനിൽക്കില്ല അല്ലേ? ഇത് ഇല്ലാത്ത നിലനിൽക്കുമോ? ഇല്ല.
ഇതാണ് രാമായണത്തിലെ ശ്രീരാമസ്വാമി അടുത്ത് വന്നിരുന്ന് വനവാസത്തിന് പോകാൻ സമയം ലക്ഷ്മണൻ എന്താ പറയുന്നത്? അച്ഛനെ പിടിച്ചു കെട്ടി ഞാൻ എന്ത് തരാം? ജ്യേഷ്ഠ, രാജ്യം ഞങ്ങൾക്ക് നൽകാം, അതിനുള്ള കരുത്ത് എനിക്കുണ്ട് എന്ന് രാമൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്ന ആ ലക്ഷ്മണനെ കൃപയോടുകൂടി ഭഗവാൻ നോക്കിയിട്ട് ഭഗവാൻ പറഞ്ഞു, ലക്ഷ്മണ, നീ നേടിത്തരുന്നതൊക്കെ സ്ഥിരമായി നിലനിൽക്കുന്നതാണ് എങ്കിൽ നീ നേടിത്തരുന്നതിൻ്റെ അർത്ഥമുണ്ട്. പക്ഷേ ഇത് നിലനിൽക്കുമോ? ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം വേഗേന നഷ്ടമായി സുമോർക്കടു. രസമാ. നിങ്ങൾക്ക് എത്തിൽ ദുഃഖം വരുമ്പോൾ ആ രാമായണത്തിലെ ലക്ഷ്മണോപദേശം വായിക്കുന്നേ മനസ്സിനെ നല്ല പാകത്തിൽ കൊണ്ടുവരാൻ സാധിക്കും. അത് ഉള്ള ഒരുങ്ങി വായിക്കും. ചുമ്മാ വായിച്ചാൽ അല്ല കട്ടമാസം എടുത്തെന്ന് പറഞ്ഞുകൊണ്ട് 30 ദിവസം കൊണ്ട് തീർക്കാനുള്ള അല്ല രാമായണം ആണോ? അപ്പൊ എന്താണ് മായ? ഇതെല്ലാം മായ. ഇതിൽ ഭ്രമിച്ച് ആരെപ്പോലെ നശിക്കരുത്. പരമാർത്ഥ സത്യത്തെ അറിയാതെ മായതൻ ചിറകിനു പിൻപെ ഭ്രമിച്ചു ചാടി എരിയുന്ന തീ കണ്ട ശലഭം കണക്കനി. നശിക്കാനുള്ളതാണോ ജീവിതം? ആണോ? കഴിക്കാനുള്ള വസ്തുവെന്ന് ചിന്തിച്ചുകൊണ്ട് ആ ദീപത്തിലേക്ക് പോയി നശിക്കുന്ന പോലെയാണ് ഈ മായാപ്രപഞ്ചത്തിൽ ആശ്ലേഷിച്ചാൽ നമ്മുടെ ജീവിതവും നശിക്കും. അപ്പൊ മായയെ എങ്ങനെ ജയിക്കാം? ശരീരാദികളെല്ലാം ദുഃഖകാരണമെന്നുള്ള ചിന്ത വന്നാൽ ഈ മായയെ ജയിക്കാൻ സാധിക്കും. ഓരോരുത്തരോട് ചോദിക്കുന്ന അടുത്ത് എന്താണ് ബ്രഹ്മം? എന്താ ബ്രഹ്മം? നമ്മൾ പറഞ്ഞില്ലേ ഒച്ചറ പരബ്രഹ്മം. ഇവിടെ അമ്പലമുണ്ടോ? ഇല്ല. ഇവിടെ എന്താ? ഒരു ആൾത്തറയാണ്. എന്താ പരബ്രഹ്മം എന്നുള്ള അർത്ഥം? പക്ഷെ അതിനെ നിർവചിക്കാൻ സാധിക്കില്ല. നമുക്ക് പിന്നെ വെറുതെ പറയാം. സൃഷ്ടിക്കും സ്ഥിതിക്കും ലയത്തിനും കാരണഭൂതമായി ഏതൊരു ചൈതന്യമാണോ പ്രപഞ്ചത്തിൽ കുടികൊള്ളുന്നത് അതിനെ ജ്ഞാനികൾ എന്ത് പറയും? ബ്രഹ്മം. നമ്മളെന്ത് പറയും? ഭഗവാൻ. എന്ത് പറയും? കൃഷ്ണൻ. ഓരോ പേര് ദേവതാ സങ്കല്പമാണ്. ഇതിനൊക്കെ ടോപ്പിൽ വേറെ ആളില്ലേ? ഉണ്ടോ? അപ്പം അങ്ങനെയുള്ള എന്താ പറഞ്ഞേ? നമ്മളെന്താ വിചാരിച്ചത്? ബ്രഹ്മമുണ്ടെന്നല്ലേ? സൃഷ്ടിക്കും സ്ഥിതിക്കും ഉണ്ടായി നിലനിന്ന് നശിക്കുന്നതിന് കാരണഭൂതമായി ഈ പ്രപഞ്ചത്തിൽ ഏതൊരു ചൈതന്യമായോ കുടികൊള്ളുന്നത് അതിനെയാണ് ജ്ഞാനികൾ എന്ത് പറയുന്നത്? ബ്രഹ്മം. ഇതിനെ ബുദ്ധി കൊണ്ടറിയാൻ സാധിക്കില്ല, കർമ്മങ്ങൾ കൊണ്ട് അറിയാനും സാധിക്കില്ല, ഇന്ദ്രിയങ്ങളെ കൊണ്ട് മനസ്സിലാക്കാനും സാധിക്കില്ല. എന്നാൽ ഈ ഇന്ദ്രിയങ്ങളെയും ബുദ്ധിയെയും അന്ധകർമ്മത്തെയും എല്ലാം പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഏതാണ്? ആ ചൈതന്യമാണ്. അതുകൊണ്ട് സിമ്പിളായിട്ട് ബ്രഹ്മത്തെ നിർവചിക്കണം. നല്ല താത്വികമായ നമ്മളിൽ നല്ലൊരു ഭാഗവതാചാര്യൻ ഉണ്ടായിരുന്നു, പാലിയിൽ നാരായണൻ നമ്പൂതിരി. ഏകാദശ സ്കന്ധം 7 ദിവസം പറയും. പക്ഷെ അവിടെ ആരും കാണില്ല. അതിന് കേൾക്കാനുള്ള അറിവ് വേണം, എന്നാലും ഇവിടെ ഇരിക്കാൻ സാധിക്കും. അപ്പം എന്തായാലും അങ്ങനെയുള്ള ബ്രഹ്മൻ ചോദിച്ചു, അതിന് ഉത്തരം പറഞ്ഞു. ഇനി അടുത്തത് എന്താണ്? എങ്ങനെ ഭഗവാനെ ഭജിക്കാം? പൂജാവിധികളെക്കുറിച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് ഭഗവാനെ ആശ്രയിച്ചാൽ ഭഗവാനെ നമുക്ക് നേരിട്ട് കാണാൻ ഏറ്റവും നല്ല ഭക്തിമാർഗം ഏതെന്നറിയാമോ? മാനസ പൂജ. 10 മിനിറ്റ് നിങ്ങൾ എടുത്താൽ മതി. 10 മിനിറ്റ് ഏതാണോ ഇഷ്ടദേവത ആ ദേവതയെ സങ്കല്പിക്കണം. പക്ഷെ ഗുരുവായൂരപ്പൻ്റെ തന്നെ സങ്കല്പിച്ചുകൊള്ളൂ എന്നേ. നമുക്ക് ഏതാണെന്ന് വെച്ചാൽ അത് സങ്കല്പിച്ചുകൊള്ളൂ. ആ നമ്മളെ മനസ്സിൽ കാണുന്ന വിഗ്രഹം, അതിൻ്റെ മുന്നിൽ നല്ലൊരു 5 തിരിയിട്ട വിളക്ക് എങ്ങനെ മനസ്സിൽ കാണണം. ഞാൻ ഭഗവാന്റെ വിഗ്രഹമൊക്കെ നല്ലപോലെ കുളിപ്പിച്ച് റെഡിയാക്കി ആ 5 തിരിയിട്ട വിളക്കിൻ്റെ മുന്നിൽ ഭഗവാൻ എങ്ങനെ മനസ്സിൽ കണ്ടാൽ മതി. അങ്ങനെ നിൽക്കുന്നു, നമ്മളെ പുഷ്പം എടുത്ത് അർച്ചിക്കുന്നു, നാമം ജപിക്കുന്നു. അങ്ങനെ ജപിച്ച് ഉള്ളിൻ്റെ ഉള്ളിലെ കണ്ണനെ പൂർണ്ണമായി അന്തരംഗത്തിൽ കണ്ട് ആനന്ദ നിർവൃതിയിൽ എത്തിക്കഴിയുമ്പോൾ അവസാനം ഭഗവാനെ നിവേദിക്കാൻ ഒരു അല്പം പായസം, ഒരു സ്വർണ്ണ ഉള്ളിൽ അങ്ങനെ കൊണ്ടുവച്ച് ഭഗവാന്റെ മുന്നിൽ വെച്ചിട്ട് കഴിക്കൂ കൃഷ്ണ എന്നങ്ങനെ മനസ്സുകൊണ്ട് പറയണം. ഭഗവാൻ ആ കഴിക്കുന്നതായ ഭാവം ഉള്ളിൻ്റെ ഉള്ളിൽ അങ്ങനെ കണ്ടുകൊണ്ട്
ശ്രീരാമ ഹരേ രാമ 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 ഹരേ ഹരി അങ്ങനെ ജപിച്ച് ഭഗവാൻ അങ്ങനെ കഴിച്ച് ആനന്ദത്തോട് പുഞ്ചിരി തൂകി നമ്മുടെ മുന്നിൽ നിൽക്കുന്നതായ ആ ഭഗവാനെ ഉള്ളിലങ്ങനെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ആ കർപ്പൂരം എടുത്തങ്ങനെ അവിടെ കത്തിച്ച് ഭഗവാൻ അങ്ങനെ ദീപം അങ്ങനെ കാണിച്ച് ആ കർപ്പൂരം ഒഴുകിപ്പോകുന്ന മാതിരി ഗുരുവായൂരപ്പ എൻ്റെ മനസ്സിലെ ആ ദുർചിന്തകളും അജ്ഞാനത്തേക്ക് അകറ്റി അതിനെ ശുദ്ധമാക്കണേ എന്ന് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ ഭഗവാനെ കാണുന്നതാണ് ഉത്തമ മിണ്ടത്തെ ആ വിഗ്രഹത്തിന് ഒരിക്കലും മനസ്സിൽ നിന്ന് നിരന്തരമായി ചെയ്യുന്ന 10 മിനിറ്റ് അതിന് വേണ്ടി ചിലവാണ് നാമജപിച്ചത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ആരും മായുമില്ല. നമുക്ക് കൊച്ചു കീർത്തനം ചൊല്ലി നമുക്ക് പിന്നെ അങ്ങോട്ട് ഒരുപാടുണ്ട്. 24 ഗുരുക്കന്മാരെ കുറിച്ച് പറയുന്നുണ്ട്, 21 ചോദ്യോത്തരമുണ്ട്, പിന്നെ ഹംസസനക സംവാദം, ഇതൊക്കെ ഗംഭീരമാണ്. ഭാഗവതം അത് 7-ാം ദിവസം അത് പറയാൻ കിട്ടുന്നത്. പക്ഷേ 2-3 മണിക്കൂറെങ്കിലും ഞങ്ങളുടെ സപ്താഹ രീതി പറയാറുണ്ട്. എന്നാലും തീരില്ല, എന്നും നമുക്ക് ഓടിച്ചൊന്ന് പറയാൻ സാധിക്കും. ഇപ്പം നമുക്കൊരു എല്ലാവരും ജപിക്കുമോ? നാമം ജപിക്കാം എല്ലാവരും. ഈ ഒരു സാധനം അതും കൂടെ ഭക്തിയുടെ വേണോ? രാമ 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 പാഹി മാം രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. പണ്ടയോധ്യവാണിരുന്ന മന്നവൻ ദശരഥന്റെ സൂനുവായി ജാതനായ രാമ രാമ പാഹി മാം രാമ. ഭാരതിൽ പ്രസിദ്ധനായ കൗശികന്റെ ചൊല്ലുകേട്ടു താടകയെ നിഗ്രഹിച്ച രാമ രാമ പാഹി മാം. പിന്നെ യാഗരക്ഷ ചെയ്തു മന്നവൻ നിയോഗമേറ്റു പിന്നെയും വനംഗമിച്ച രാമ രാമ പാഹി മാം. പീതരാമമുള്ള പള്ളി വിൽകുലച്ചുടൻ മുറിച്ചു സീതയെ വിവാഹം ചെയ്ത രാമ രാമ പാഹി മാം. പെൺമണി പ്രതിജ്ഞയേറ്റും മന്നവൻ പിന്നെയും വനഗമിച്ച രാമ രാമ പാഹി മാം രാമ രാമ. പോയി അങ്ങുലങ്ക ബുക്കു പോരിൽ വീരനായിരുന്ന രാവണനെ നിഗ്രഹിച്ച രാമ രാമ പാഹി മാം. പൗരുഷനാം വിഷ്ണു ഭക്തനാകിയ വിഭീഷണനെ ലങ്കനാഥനാക്കി വെച്ച രാമ രാമ പാഹി മാം. രോഗപീഠവം നണഞ്ഞു രോഗിയായി വലഞ്ഞിടാതെ ദേഹരക്ഷ ചെയ്യണം മുകുന്ദ രാമ പാഹി മാം. രാമ 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 പാഹി മാം. ശ്രീരാമപാദത്തോടു ചെന്നു ചേരുകന്റെ മാനസം.
112ാമത് ചെറുകോൽപ്പുഴ ഹിന്ദു മതപരിഷത്തിൽ പങ്കെടുക്കാൻ ഭഗവാന്റെ അനുഗ്രഹം ലഭിച്ചു. അതേപോലെ ഇവിടുത്തെ സംഘാടകർ വിക്രമപിള്ളയോടെയാണ് എന്നെ കഴിഞ്ഞ വർഷം വെറുതെ ഒന്ന് സൂചിപ്പിച്ചതേ ഉള്ളൂ. 2 മാസം മുമ്പേ എന്നെ വിളിച്ചു പറഞ്ഞതുപോലെ ശശി പേര് കേട്ടോ വിട്ടുള്ളൂ. ഞാൻ പറഞ്ഞു എനിക്ക് ഈ 2 ദിവസമേ ഉള്ളൂ. അങ്ങനെ എന്തായാലും ഈ വലിയൊരു സദസ്സിൽ സദങ്ങൾ ഇതൊന്നും നല്ല സദസ്സ് നമ്മുടെ പുറകിൽ ഇരിപ്പുണ്ടല്ലോ അല്ലേ, നമ്മുടെ ആചാര്യന്മാർ അവരുടെ മുന്നിലിരുന്നുകൊണ്ട് ഭഗവാന്റെ കാര്യങ്ങൾ പറയാൻ അവസരം കിട്ടുന്നതിൻ്റെ പരമഭാഗ്യമാണ്. എന്തായാലും ഈ 112 വർഷമായി ഇതിങ്ങനെ സംഘടിപ്പിച്ചു കൊണ്ടുപോകുന്ന സംഘാടകരെ തീർച്ചയായും അവർ ചെയ്യുന്ന വലിയൊരു പ്രവർത്തനത്തിൻ്റെ ഫലമാണ് ഇത്. ലോകമുള്ളിടത്തോളം കാലം ഈ ഒരു ഹിന്ദു മതപരിഷത്ത് നിലനിൽക്കണം. ഇന്നലെ ചിദാനന്ദപുരി സ്വാമി എന്നെ പ്രഭാഷണം ചെയ്ത് നല്ല നല്ല പ്രഭാഷകരാണ് ഇവിടെ വരുന്നത്, നല്ല ജ്ഞാനികളാണ്. എല്ലാവരും വരണം. അവരൊക്കെ ഉള്ളപ്പോൾ നല്ല ആളുകൾ ഇവിടെ വേണം, കേൾക്കണം. ഒരു 100 വാക്ക് പറഞ്ഞാൽ 10 വാക്ക് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചാൽ മതി. അങ്ങനെ ജന്മം അവസാനം എത്തുമ്പോഴേക്കും നമുക്കും ഇതൊക്കെ പറയാനും ഭഗവാനെ അറിയാനും ഒക്കെ നമുക്കും സാധിക്കും. എന്തായാലും ഇതിന് അവസരമൊരുക്കിയ ഹിന്ദു മഹാമണ്ഡലത്തിലെ എല്ലാ പ്രവർത്തകർക്കും എൻ്റെ നന്ദി പ്രകാശിപ്പിക്കുന്നു. അതേപോലെ ഇവിടെ ഇത്രയും നേരം നമുക്ക് ഒന്നിച്ച് നാമം ജപിക്കാം. നമുക്ക് ഒന്നിച്ച് നാമം ജപിക്കാൻ അതിന് ഭാഗ്യമാണ് അല്ലേ നമുക്ക് കിട്ടിയത്. ഭഗവാൻ നമുക്ക് എല്ലാവർക്കും അനുഗ്രഹം നൽകി. എല്ലാവർക്കും നിങ്ങൾക്കും എൻ്റെ നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ ചെറിയ ഈ വാക്കുകളെ ഞാൻ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.